ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ അതിഥി പല രീതിയിലും വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു സന്യാസിയാണ്, ഇദ്ദേഹം ഒരു ആത്മീയ ഗുരുവാണ്, ലൈഫ് കോച്ചാണ്, റൈറ്ററുമാണ്, ഒപ്പം സോഷ്യൽ മീഡിയ റോക്ക് സ്റ്റാറുമാണ്. പ്ലീസ് വെൽക്കം കോർ ഗോപാൽ ദാസ്. ഇന്നത്തെ ആപ്കി അദാലത്തിൽ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്ന നമ്മുടെ ജഡ്ജി വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. ലോക പ്രശസ്തയായ ഡിപ്ലോമാറ്റാണ്, ഫോർമർ അംബാസിഡർ, യുണൈറ്റഡ് നേഷനിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിച്ചു. പ്ലീസ് വെൽക്കം ലക്ഷ്മി പുരി. നിങ്ങൾക്ക് ഇതിന്റെ വിചാരണ ആരംഭിക്കാം. ഞാൻ അനുമതി തരുന്നു. സാർ, താങ്കൾ റെഡിയാണല്ലോ? നമുക്ക് വിചാരണ തുടങ്ങാം. തീർച്ചയായും തുടങ്ങാവുന്നതാണ്. ആദ്യം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പറയൂ. അതെന്താണെന്നാൽ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു കോടതിയുടെ പ്രതിക്കൂട്ടിൽ വന്നിരുന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതാരാ? എല്ലാവരെയും ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരാൾ. എല്ലാവരോടും ഇദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ച് വരിഞ്ഞ് മുറുക്കാറില്ലേ? അതും സ്കൂൾ കോളേജ് കാര്യങ്ങളൊന്നും അല്ലല്ലോ ചോദിക്കുക. ഈസി ആയിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചത് നടക്കില്ല. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ അങ്ങേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ആപ്കി അദാലത്ത് എന്ന ഈ പരിപാടി തുടങ്ങിയിട്ട് 30 വർഷങ്ങളായി. 30 വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ ഒരു മഹത്തായ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ പോകാറുള്ളൊരു സ്ഥലമുണ്ട്, ഓൾ മെൻസ് ക്ലബ്ബ്. എല്ലാ പുരുഷന്മാരും അങ്ങോട്ടേക്ക് വരും. ആ ക്ലബിൻ്റെ ഹെഡ് ആരാണെന്ന് വെച്ചാൽ, അതായത് അധ്യക്ഷൻ, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വർമ്മ സാർ ഇവിടെ ഉണ്ടല്ലോ, ഈ വർമ്മ സാറിന് 50ാമത് ആനിവേഴ്സറിയാണ് ഇന്നെന്ന്, 50th വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്നും പറഞ്ഞ് ശേഷം വർമ്മ സാറിനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും നിങ്ങളുടെ രഹസ്യം പങ്കുവെച്ചാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 50 വർഷങ്ങളായിരിക്കുന്നു. അതത്ര ഈസിയായിട്ടുള്ള കാര്യമല്ല. 50 വർഷം എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിച്ചത് എന്ന് ചോദിച്ചു. വർമ്മ സാർ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞ് 25 വർഷമായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ സ്വിറ്റ്സർലാൻഡിലേക്ക് കൂട്ടിപ്പോയി ഹോളിഡേ ട്രിപ്പിനായിട്ട്. ആ ക്ലബിൻ്റെ ഹെഡ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നോക്കി പറഞ്ഞു, ദിസ് ഈസ് ഹൗ യു ഡു ഇറ്റ്, മിസ്റ്റർ വർമ്മയെപ്പോലെ. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, പിന്നെ വർമ്മ സാർ, ഇപ്പോൾ 50 വർഷമായിരിക്കുന്നു, ഈ ആനിവേഴ്സറിക്ക് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന്. ഇങ്ങനെയാണ്. കണ്ടല്ലോ. അതായത് ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 50 വർഷം നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ 50ാമത്തെ വർഷത്തിൽ ആഘോഷിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് പറയൂ. പക്ഷെ 50 വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഉയർച്ച താഴ്ചകളെ ഒന്നിച്ച് നേരിട്ട് 2 പേരുടെയും ശീലങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ 50ാമത് ആനിവേഴ്സറിക്ക് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നു? ശരിയല്ലേ? അതുപോലെ തന്നെ രജത് സാർ, ആപ്കി അദാലത്തിൽ അദ്ദേഹം 30 വർഷങ്ങൾ പിന്നിട്ട് 31ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് എത്രമാത്രം ഉയർച്ച താഴ്ചകൾ വന്നിട്ടുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും, എന്തൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും 30 വർഷങ്ങൾ ഒരു കാര്യം മുറുകെ പിടിച്ച് കൊണ്ടുപോവുക എന്നത്, എല്ലാ തടസ്സങ്ങളെയും മറികടക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ 30ാമത് ആനിവേഴ്സറി നമ്മൾ ഉറപ്പായിട്ടും സെലിബ്രേറ്റ് ചെയ്തേ തീരൂ രജത് സാറിന്റെ കൂടെ. എന്താ രജത് സാർ? ഗോപാൽദാസ് സാർ, ഞാൻ ഇവിടെ വരുന്ന ഗസ്റ്റിനോട് പറയാറുണ്ട്, ഇത് ചോദ്യം ചോദിക്കുന്ന ആപ്കി അദാലത്ത് മാത്രമല്ല, താങ്കളെപ്പോലുള്ള ഗസ്റ്റുകൾ വന്ന് ഉത്തരം നൽകുന്ന ആപ്കി അദാലത്ത്. താങ്ക് യു സർ. ഇത് നിങ്ങളുടെ വലിയ മനസ്സിനെ കാണിക്കുന്നു. എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതിന് ഞാൻ വീണ്ടും നന്ദി പറയുകയാണ്. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ കുറ്റാരോപണം ഗോപാൽദാസിനെതിരായിട്ടുള്ളത്. ആപ്കി അദാലത്തിൽ ലൈഫ് സ്റ്റൈൽ കോച്ച് സന്യാസി ഗൗർ ഗോപാലദാസിന്റെ മേലുള്ള കുറ്റാരോപണം ജനങ്ങളെ കൺഫ്യൂസ് ആക്കുന്നു എന്നുള്ളതാണ്.
താങ്കളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്ക് ആകാറുണ്ട്. താങ്കളുടെ പേരിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഗോറാന്ന് കേട്ടിട്ടുണ്ട്, ഗൗരിന്ന് കേട്ടിട്ടുണ്ട്. ഈ ഗൗർ എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ പറയുന്നത് ഗോർ മട്ടൽ ദാസ് എന്ന് വെച്ചാൽ നന്നായിരിക്കുമെന്നാണ്. എന്റെ പേരിനകത്ത് കൺഫ്യൂഷൻ. ജനങ്ങൾ എനിക്ക് എത്രമാത്രം പേരാണ് ഇട്ടിട്ടുള്ളതെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഈയിടെയായി പുതിയതായി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, ഗൗരവ് ഗോപാൽ ദാസ്. അത് കേൾക്കാനെങ്കിലും കുറച്ച് സുഖമുണ്ടെന്ന് വയ്ക്കാം. പക്ഷേ വേറൊരു മഹാൻ എനിക്കിട്ട പേര് ഗൂഗിൾ ഗോപാൽ ദാസ് എന്നാണ്. പിന്നെ വേറൊരു പേര് വന്നത് ചിൽ സ്വാമിജി എന്നത്. ചിൽ സ്വാമിജി. പിന്നെ വേറെ ആരോ എഴുതിയത് കണ്ടു, പൻവാലെ ബാബ എന്ന്. എപ്പോഴും സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്നുവെന്ന്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ എനിക്ക് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ പേരിലൊക്കെ എന്ത് കാര്യമുള്ളത്. ഒരു അമേരിക്കൻ കപ്പിളുണ്ടായിരുന്നു, ഹസ്ബൻഡ് അമേരിക്കൻ, വൈഫ് ഇന്ത്യൻ. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, നമുക്ക് ജനിച്ചിരിക്കുന്ന ഈ 2 കുട്ടികൾക്കും അവർ രണ്ടുപേരും ട്വിൻസാണ്, ഇരട്ട കുട്ടികൾ, 2 പേരും ആൺകുട്ടികൾ, എന്ത് പേരാ ഇടുക എന്ന്. ഭർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ട, നമുക്ക് അവർക്ക് അമേരിക്കൻ പേരിടാമെന്ന്. പേര് പീറ്റർ, പിന്നെ റിപ്പീറ്റർ. പിന്നെ രണ്ടാമതും ട്വിൻസ് തന്നെ ജനിച്ചു, അതും പെൺകുട്ടികൾ. അപ്പോൾ ഭാര്യ ചോദിച്ചു എന്ത് പേരാ ഇടുക എന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇന്ത്യൻ പേരിടാം, കാരണം പെൺകുട്ടികളല്ലേ എന്ന്. താര, സിത്താര. മൂന്നാമത്തെ തവണ വീണ്ടും ട്വിൻസ് തന്നെ ജനിച്ചു. ഇപ്പം മൊത്തം 6 പേര്. ഇത്തവണ ആൺകുഞ്ഞുങ്ങളായിരുന്നു. എന്ത് പേരാ ഇടുക എന്ന് ചോദിച്ചു. ഭർത്താവ് പറഞ്ഞു മാക്സ് ആൻഡ് ക്ലൈമാക്സ്. 4ാമത്തെ തവണ വീണ്ടും ട്വിൻസ് തന്നെ ജനിച്ചു. ഇപ്പൊ എന്താ പേരിടുക? മൊത്തം 8 പേരായിരിക്കുന്നു. ഭർത്താവ് പറഞ്ഞു സ്റ്റോപ്പ് ആൻഡ് ഫുൾ സ്റ്റോപ്പ്. ഇതിലും കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പേരിലൊക്കെ എന്ത് കാര്യമുള്ളത് എന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മുടെ കൂടെ ജീവശ്വാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പേരുണ്ടാവില്ല. ആരെങ്കിലും പേരിനോടൊപ്പം ജനിച്ചിട്ടുണ്ടോ? എൻ്റെ പേര് അബ്രഹാം ആണെന്ന്, അല്ലെങ്കിൽ എൻ്റെ പേര് വിശാലാണെന്നും പറഞ്ഞ്. നമ്മൾ ജനിച്ച് വീഴുന്ന സമയത്ത് നമ്മൾ ജീവശ്വാസത്തോടെ മാത്രമേ ജനിക്കുന്നുള്ളൂ, പേരിൻ്റെ കൂടെയല്ല. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ പേര് മാത്രം അവശേഷിക്കുന്നു, നമ്മുടെ ജീവശ്വാസം അവശേഷിക്കുന്നില്ല. അങ്ങനെയല്ലേ? അതുമാത്രമല്ല, ഈ ജീവശ്വാസത്തിൻ്റെയും പേരിൻ്റെയും ഇടയിലുള്ള ഒരു യാത്രയാണ് ജീവിതമെന്ന് പറയും. ദ ജേർണി ബിറ്റ്വീൻ ബ്രെത്ത് ആൻഡ് നെയിം ഈസ് കോൾഡ് ലൈഫ്. അതുകൊണ്ട് ഞാൻ ഈ ജീവശ്വാസത്തെയും വലുതായിട്ട് എടുക്കുന്നില്ല, പേരിനെയും വലുതായിട്ട് എടുക്കുന്നേയില്ല. ഈ ജീവശ്വാസത്തിൻ്റെയും പേരിൻ്റെയും ഇടയിലൊരു പ്രവൃത്തിയുണ്ടല്ലോ, അതിനെ മാത്രമേ ഞാൻ വലുതായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, ആ ജോലിയാണ് എൻ്റെ പേര് രൂപപ്പെടുത്തുന്നത്. ആ ജോലിയിലും കൺഫ്യൂഷൻ ഉണ്ടല്ലോ. താങ്കൾ കോളേജിൽ പഠിക്കുമ്പോൾ സിംഗർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. താങ്കൾ കോമ്പറ്റീഷനിൽ പോയിരുന്നു, പാട്ട് പാടിയിരുന്നു. ജഡ്ജസ് ആണെങ്കിൽ പൊട്ടിയ മുളയുടെ സൗണ്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ശരിയാണ്. ജോലിയിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ ഇവിടെ പ്രണയിച്ചിട്ടുണ്ട്? ആഹാ, ഇത് ഒരുപാട് പേരുണ്ടല്ലോ. എത്ര പേർക്ക് ഒരേ സമയം ഒരുപാട് പേരോട് പ്രണയം തോന്നിയിട്ടുണ്ട്? ദേ അവിടെ നോക്കിക്കേ, ഒരു പയ്യൻ കൈ ഉയർത്തുന്നു. ആ പയ്യന്റെ ധൈര്യം നോക്കിക്കേ, അവൻ കൈ പൊക്കി, അവനൊരു കൈയടി കൊടുക്കുന്നേ. അവൻ ബൈസെപ്സ് കാണിക്കുന്നുണ്ടോ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, യു നോ വാട്ട് ദ ഹൈറ്റ് ഓഫ് ഫ്ലർട്ടിംഗ് ഈസ്? ദ ഹൈറ്റ് ഓഫ് ഫ്ലർട്ടിംഗ് ഈസ് റൈറ്റിംഗ് എ ലവ് ലെറ്റർ ആൻഡ് സേവ് ഇറ്റ് ടു whomsoever it may concern. അത് ആർക്കാണെന്ന് തന്നെ അറിയില്ല. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാ, ഒരാളുടെ കൂടെ നമ്മൾ റിലേഷൻഷിപ്പിലായാൽ നമ്മളുടെ ബ്രെയിന് അത് ഒരുപാട് തവണ ചിന്തിച്ച് നോക്കും. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് ആകർഷണം തോന്നും, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും തോന്നും. ഇവരെ കാണാൻ നല്ല സൗന്ദര്യമുണ്ടല്ലോ, പക്ഷേ ബുദ്ധിയില്ലാന്ന് തോന്നും. പക്ഷെ ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ കാണാൻ അത്ര പോരാ. പിന്നെ ഇതിന് ബുദ്ധിയുമുണ്ട്, സൗന്ദര്യവുമുണ്ട്, പക്ഷേ കയ്യിൽ പണമില്ല. പക്ഷെ ഇവർക്ക് എല്ലാം തന്നെയുണ്ട്, പക്ഷേ ഫാമിലി സമ്മതിക്കുന്നില്ല. ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഈ ഓപ്ഷനുകളെ എല്ലാം തന്നെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം എന്താ സംഭവിക്കുക? എവിടെയാണോ ഹൃദയം തുടിക്കുന്നത് അവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കും. പക്ഷേ തലയിൽ ഒരുപാട് അനലൈസിസുകൾ നടക്കും. അവൾക്കാണ് സൗന്ദര്യം കൂടുതൽ, അവനാണ് സൗന്ദര്യം കൂടുതൽ, അവളുടെ കയ്യിൽ പണമുണ്ട്, അവൻ്റെ കയ്യിൽ പണമുണ്ട്, അങ്ങനെ ഒരുപാട്.
പക്ഷെ ആ ഒരാൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ഹൃദയം മിടിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കും. ഞാൻ എൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ അതാണ് ചെയ്തത്. എൻ്റെ മാരേജ് നോക്കിയാൽ ലവ് മാരേജ് ആയിരുന്നു. ഇവരെങ്ങനെയാണോ പെൺകുട്ടികളെ കാണുന്നത്, ഞാൻ അതുപോലെ എൻ്റെ എല്ലാ ഓപ്ഷനുകളും നോക്കി. ഇത് നന്നായിട്ടുണ്ട്, അതിൽ ഇത് നന്നായിട്ടുണ്ട്, പിന്നെ ആ കാര്യം ശരിയാവില്ല, ഇത് നന്നായിട്ടുണ്ട്, ഈ കാര്യം എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, ആ കാര്യവും ചെയ്യാൻ പറ്റില്ല, പിന്നെ ഈ കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ അതും ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ ഹൃദയം പെട്ടെന്ന് മിടിക്കാൻ ആരംഭിച്ചു. കണ്ണും കണ്ണും നോക്കി, ഹൃദയം തുടിച്ചു, അങ്ങനെ പ്രണയത്തിലായി. അങ്ങനെ ഞാൻ ഇത് തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇപ്പം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലവ് അഫെയർ ആണ്. സക്സസ്ഫുൾ ലവ് അഫെയർ. ഇത്രയും കാലം നന്നായിട്ട് തന്നെ പോകുന്നു. ഇതുവരെ 30 വർഷമായി. ഇനിയും ഇങ്ങനെ തന്നെ പോകും. താങ്കൾക്ക് എന്റെ ആശംസകൾ. താങ്കളുടെ കരിയറിൽ 30 വർഷമായി. താങ്ക് യു. സെയിം ടു സെയിം. പക്ഷെ താങ്കൾ ഇസ്കോമിലാണ് ഉള്ളത്. കാവി വസ്ത്രം ധരിച്ചിരിക്കുന്നു, സന്യാസിയാണ്, ചന്ദനമൊക്കെ പൂശിയിട്ടുണ്ട്. പക്ഷെ സമ്പാദിക്കുന്നതിലാണ് പ്രധാന ഇൻട്രസ്റ്റ്. രജത് സാർ ഇന്ന് തന്നെ വെറുതെ വിടുമെന്ന് തോന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു വീഡിയോ വല്ലാതെ വൈറലായി. ആ വീഡിയോ ഞാനൊരു ടോക്കിൽ, അതായത് ഒരു യൂത്ത് പ്രോഗ്രാമിൽ സംസാരിക്കുന്നതിനെ പറ്റിയായിരുന്നു. ഞാൻ അവിടെ വെച്ചൊരു ജോക്ക് പറഞ്ഞിരുന്നു. ആ ജോക്ക് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ച് അവർ വൈറലാക്കി. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്രാവൽ തുടങ്ങിയതും ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതും. ആ വീഡിയോ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഒരു ടീച്ചർ, സ്കൂൾ ടീച്ചർ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാലും നിങ്ങളെക്കൊണ്ട് എത്ര പണം സമ്പാദിക്കാൻ പറ്റും? ഒരു 5 മുതൽ 10 ലക്ഷം വരെ സമ്പാദിക്കാൻ പറ്റുമോ? ഒരു ആവറേജ് എഞ്ചിനീയറിനെ കൊണ്ട് ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് അവസാനം അവരെ കൊണ്ട് എത്ര സമ്പാദിക്കാൻ പറ്റും? ഒരു 20-25 ലക്ഷം അല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ചൂസ് യുവർ കരിയർ വൈസ്ലി ഗായ്സ്. ഒരു പുരുഷനുണ്ടായിരുന്നു. ഒരു 20-25 വയസ്സുണ്ടാവും. 80 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. 25 ഗോട്ട് മാരീഡ് ടു 80 years old. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എടാ നിനക്ക് 25 വയസ്സായതേ ഉള്ളൂ, അവർക്കാണെങ്കിൽ 80 വയസ്സ്, അവർ ഭയങ്കര പണക്കാരിയാണ്, എന്നാലും നീ അവരുടെ അടുത്ത് എന്താ കണ്ടതെന്ന് ചോദിച്ചു. അതിനവൻ മറുപടി പറഞ്ഞു, ആദ്യം അവരുടെ ഇൻകം, പിന്നെ അവരുടെ അവശേഷിക്കുന്ന ദിനങ്ങൾ. ഇത് നോക്കിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. താങ്കളെക്കാൾ പ്രശസ്തനാണ് ബാബ ബാഗേശ്വർ. അതെ സർ. അദ്ദേഹം കാവി വസ്ത്രം ധരിച്ചില്ല. കിളിശാസ്ത്രം പറഞ്ഞ് അദ്ദേഹം കോടിക്കണക്കിന് സമ്പാദിച്ചു. അതെ. താങ്കൾ റീൽസ് ചുരുങ്ങിപ്പോയി. അതെ. അതായത് സർ, നിങ്ങളിൽ എത്ര പേർക്ക് മാമ്പഴം ഇഷ്ടമാണ്? ഓക്കെ, പെർഫെക്റ്റ്. നിങ്ങളിൽ എത്ര പേർക്ക് ആപ്പിൾ ഇഷ്ടമാണ്? പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങളിൽ എത്ര പേർക്ക് പേരക്ക ഇഷ്ടമാണ്? പെർഫെക്റ്റ്. ഇനി ഞാൻ നേരെ തിരിച്ചു ചോദിക്കാം, നിങ്ങളിൽ എത്ര പേർക്ക് മാമ്പഴം ഇഷ്ടമല്ല? ഓക്കെ, കുറച്ച് പേരുണ്ടല്ലോ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങളിൽ എത്ര പേർക്ക് ആപ്പിൾ ഇഷ്ടമല്ല? പെർഫെക്റ്റ്. നിങ്ങളിൽ എത്ര പേർക്ക് പേരക്ക ഇഷ്ടമല്ല? നോക്കൂ, നമ്മളുടെ എല്ലാവരുടെയും ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ആപ്പിളായിരിക്കും ഇഷ്ടം, ചിലർക്ക് മാമ്പഴമായിരിക്കും ഇഷ്ടം, ചിലർക്ക് പേരക്ക ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് മുന്തിരിയായിരിക്കും ഇഷ്ടം. ഇതിലൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, സൃഷ്ടിപ്രകാരം എല്ലാവർക്കും ഒരു പഴം നൽകപ്പെട്ടിട്ടുണ്ട്. ആ പഴം അവർക്ക് രുചിക്കാൻ കഴിയും. ആ പഴം കൊണ്ട് കിട്ടുന്ന നറിഷ്മെന്റ് അത് എൻജോയ് ചെയ്യാൻ പറ്റും. അതിലൂടെ എനർജി കിട്ടും. അതുപോലെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ പഴങ്ങളുണ്ട്. ഓരോ പഴത്തിന്റെയും USBയും വ്യത്യസ്തമായിരിക്കും. ഒരാൾ റീൽസ് ചെയ്യും, ഒരാൾ ജ്യോത്സ്യം നോക്കും, ഒരാൾ പ്രഭാഷണങ്ങൾ നടത്തും, ഒരാൾ പാട്ട് പാടും, ചിലരിതുപോലെ വിചാരണ നടത്തും. എന്താ അങ്ങനെയല്ലേ? ചിലരിങ്ങനെ വിചാരണ നടത്തും. അതായത് പൊതുവെ സന്യാസിയായിട്ട് മാറുന്നവരെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് മായാജാല വിദ്യ അറിയാം. അത് സത്യമാണ്. അതെ, തീർച്ചയായും. അപ്പൊ താങ്കൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് പഠിപ്പിക്കാനാ പോയത്? ഹായ് ഹായ് ഹായ്, വിചാരണ വളരെ ആഴത്തിൽ പോവുകയാണല്ലോ. പിന്നെ രജത് സാറിന്റെ ഈ റിസർച്ചിന് നിങ്ങൾ എല്ലാവരും കൈയടി കൊടുത്തേ. 100% റിസർച്ച് നടത്തിയിട്ട് അദ്ദേഹം ഇവിടെ വരാറുള്ളൂ എന്ന് തോന്നുന്നു.
ബോംബെ സ്റ്റോക്സ് എക്സ്ചേഞ്ചിൽ ഞാൻ എന്തിനാ പോയതെന്ന് വെച്ചാൽ ആപ്കി അദാലത്തിൽ ഞാൻ എന്തിനാണോ വന്നത് അതുപോലൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അതെ, ആപ്കി അദാലത്തിൽ ഞാൻ എന്തിനാണോ വന്നത് അതിന് തന്നെയാണ് അവിടെയും പോയത്. ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെ സംസാരിക്കാനുള്ളൊരു വിഷയം ഉണ്ടാവും. കോളേജിൽ പോയാൽ അതിനെപ്പറ്റി സംസാരിക്കും. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയാൽ മണി, എന്റെ യൂസേജ് ഓഫ് മണിയെ പറ്റി ഞാൻ സംസാരിക്കും. യുണൈറ്റഡ് നാഷനിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. അവിടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും പിന്നെ യോഗയെ പറ്റിയും ഞാൻ സംസാരിച്ചു. എവിടെയൊക്കെ പോയാലും ഏത് രാജ്യത്തായാലും അതിനനുസരിച്ചുള്ള വേഷം പിന്നെ സംസാരവും നമ്മൾ നടത്തിയ തീരൂ. അതുകൊണ്ടാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ പോയത്. താങ്കളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ IIT പാസ്സായ ധാരാളം പേർ, IMC പാസ്സായവർ, മൈക്രോസോഫ്റ്റിൽ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ എന്താ കരുതുന്നത് വെച്ചാൽ സന്യാസിയായിട്ട് മാറിയാൽ എന്താണെന്നാണ്. സന്യാസിയായ കുറെ പണവും സമ്പാദിക്കാമല്ലോ. ഏറ്റവും പ്രധാനമായിട്ട് ഒരു സന്യാസിയാവുക എന്ന് വെച്ചാൽ അത് സമ്പാദിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല. ഇവിടെ എത്ര പേർ ഈ സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ കണ്ടിട്ടുണ്ട്? എത്ര പേരുണ്ട്? നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പായസത്തിലിടാറുണ്ട്, പിന്നെ രസമല്ലയിലിടാറുണ്ട്. ശരി, നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും അത് കുക്ക് ചെയ്യാറുണ്ടോ? നിങ്ങളത് പാചകം ചെയ്യാറുണ്ടോ? ഈ കുങ്കുമപ്പൂ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരു നേർത്ത മോയ്സ്ചർ ഉണ്ടാവും. ആ കുങ്കുമപ്പൂ നമ്മൾ തവയിലിട്ടുകൊണ്ട് ആദ്യം ഒന്ന് ചൂടാക്കും. അപ്പോൾ അതിനകത്തുനിന്ന് മോയ്സ്ചർ പുറത്തു പോകും. അത് തവയിലിട്ടുകൊണ്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് പാലെടുത്ത് ആ കുങ്കുമപ്പൂവുമായിട്ട് കൂട്ടിക്കലർത്തും. നന്നായിട്ട് കയ്യിലിട്ട് ഉരയ്ക്കും. അങ്ങനെ അത് ഉരച്ചു കഴിഞ്ഞതിന് ശേഷം ആദ്യം അത് വറുക്കുന്നു, പിന്നെ അത് പാലിട്ടുകൊണ്ട് ഉരയ്ക്കുന്നു. അതിനുശേഷം അതിന്റെ മണം, അതിന്റെ രുചി, പിന്നെ അതിന്റെ നിറവും ആ ഭക്ഷണത്തിൽ കലരും. അതിനുശേഷം നമ്മൾ മറ്റു ഭക്ഷണങ്ങളിലും കലർത്തും. ഈ കുങ്കുമപ്പൂവിന്റെ നിറത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തവ എന്ന ചൂടുകൊണ്ട് നമ്മളത് വറുത്തെടുക്കണം. ചില സമയങ്ങളിൽ അപമാനങ്ങൾ, എത്രമാത്രം അപമാനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത് സാർ. പണ്ട് കുറവായിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാം കൂടുതലാണ്. जिनके ना आते थे जवाब उनके सलाम आने लगे. मेरा वक्त क्या बदला, मेरे नीम के पेड़ पे आम आने लगे. ഇപ്പൊ എല്ലാവരും വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും വരുന്നു, എല്ലാവരും ഇപ്പൊ കാണുന്നു. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ജീവിതത്തെപ്പറ്റി ആർക്കും അറിയില്ല. എത്രമാത്രം സഹിച്ചിട്ടുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. രാത്രി 1.5 മണിക്ക് ഉറങ്ങി 3 മണിക്ക് എഴുന്നേറ്റ് ധ്യാനം ചെയ്തത് ആരും കണ്ടിട്ടില്ല സാർ. ഒരു സന്യാസിയായി മാറുന്നതിന്റെ ലക്ഷ്യം കുങ്കുമപ്പൂ മാറുന്നത് പോലെ തന്നെയാണ്. അത് താപം സഹിച്ച് വറുത്തെടുത്ത് തേച്ചുരച്ച് ശേഷം അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിറം പകരുന്നു, രുചി നൽകുന്നു, സുഗന്ധം നൽകുന്നു. ഇത്രയൊക്കെ നടന്നാൽ മാത്രമേ ഒരു സന്യാസി ആവാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. താങ്കൾ പറഞ്ഞതുപോലെ, അതായത് ഒരു CEO, വളരെ എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തി, ഒരു കമ്പനി റൺ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹവും സന്യാസിയാകാമെന്ന് താങ്കൾ പറഞ്ഞു. താങ്കളുടെ വാക്ക് കേട്ട ഒരാൾ ടൈയൊക്കെ ഊരിക്കളഞ്ഞിട്ട് കാവി വസ്ത്രം ധരിച്ച് ഓഫീസിലേക്ക് പോയി, പക്ഷെ ജോലി നഷ്ടപ്പെട്ടു. പാബ്ലോ പിക്കാസോയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, സാർ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് എന്നെ വരയ്ക്കാൻ പറ്റുമോ എന്ന്. പാബ്ലോ 30 സെക്കൻഡ് കൊണ്ട് പെൻസിൽ സ്കെച്ച് ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. കൊടുത്തതിന് ശേഷം $30,000 ആവശ്യപ്പെട്ടു. അവർ ചോദിച്ചു, പാബ്ലോ നിങ്ങൾ 30 സെക്കൻഡ് കൊണ്ട് വരച്ചതൊക്കെ, പക്ഷെ അതിന് $30,000? പാബ്ലോ പറഞ്ഞു, നോക്കൂ മാഡം, ഈ $30,000 ഞാൻ ഈ സ്കെച്ച് 30 സെക്കൻഡ് കൊണ്ട് വരച്ചതിനല്ല. ഈ $30,000 ഞാൻ 30 വർഷം കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ബന്ധങ്ങളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാവട്ടെ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവില്ല സർ. ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ഓടേണ്ടതായിട്ട് വരും, മാസങ്ങൾ വേണ്ടിവരും, അല്ലെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും ഈ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആർക്കെങ്കിലും പെട്ടെന്ന് സന്യാസിയാവണമെന്ന് ആഗ്രഹം തോന്നിയാൽ, അതായത് ചിലർക്ക് പെട്ടെന്നൊരാഗ്രഹം തോന്നും ഈ ഷൂവും ടൈയും ഒക്കെ ഊരി എറിഞ്ഞുകൊണ്ട് സന്യാസിയുടെ വേഷവും ധരിച്ച് ഓഫീസിൽ പോകാൻ. അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? ഇതൊരു യാത്രയാണ്, ഇതൊരു ദീർഘപ്രയാണമാണ്. ഈ പ്രയാണത്തിന് ഓരോരുത്തർക്കും ഉള്ളിൽ നിന്ന് ഊർജം വന്നാൽ അതിനെന്തിനു തടയണം? ആദ്യം ഒരാൾക്കൊരു പ്രണയം തോന്നുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു. അവിടെ ആ പ്രണയം രൂപപ്പെടുക എന്നതൊരു സ്ലോ പ്രോസസ്സാണ്. അത് തുടക്കത്തിൽ തന്നെ പെട്ടെന്നുണ്ടാവില്ല. കണക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല, അത് വളരെ സ്ലോ ആയിട്ടാണ് അവർക്കിടയിൽ ഉണ്ടാവുന്നത്. ക്ഷമയോടെ പോകണം, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ ഏത് പാട്ടാ പാടുക? तुझमें रब दिखता है यारा मैं क्या करूं. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയത്? പതിയെ പതിയെ മാത്രമേ പ്രണയം തുടങ്ങുകയുള്ളൂ. ആദ്യ ദിവസം തന്നെ ദൈവദർശനം കിട്ടുകയില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ജേർണി ഉണ്ട്. ബന്ധങ്ങളാകട്ടെ, അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പ് ആവട്ടെ, എല്ലാത്തിലും വളരെ പതിയെ മാത്രമേ ആ സ്നേഹം വെളിപ്പെടുകയുള്ളൂ. ഞങ്ങളുടെ പ്രൊഫഷൻ തന്നെ എടുത്തു നോക്കൂ. വന്ന ദിവസം തന്നെ ആർക്കെങ്കിലും ഗുരു ആകാൻ പറ്റുമോ? ഒരു സാധ്യതയുമില്ല. അതൊരു ജേണിയാണ്, അതൊരു പ്രയാണമാണ്, വലിയൊരു യാത്ര. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, അതിൽ എക്സലൻസ് വേണം, അപ്പോഴേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം വല്ലതും ചോദിക്കാനുണ്ടോ?
താങ്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ ഹിറ്റാണ്. ഞങ്ങളൊരു റീൽസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റ് ആവണേ കുറേ വർഷം എടുക്കും. അതെങ്ങനെ? ഫസ്റ്റ് തിങ് ഈസ് ബീങ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്രമാത്രം വളർന്നിരുന്നില്ല. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇത്രമാത്രം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ഗ്രോത്ത് അന്ന് വളരെ വലുതായിരുന്നു ഇന്നത്തേതിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വളർന്നതാണെന്നൊക്കെ പറയുന്നത് ഒരു വലിയ തെറ്റാണ്. വി വർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ഇറ്റ് ഹെൽപ്ഡ് അസ്. ശരിയല്ലേ? രണ്ടാമത്തെ കാര്യം, കൺസിസ്റ്റൻസി. നമ്മുടെ പാഷൻ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ നിർത്താതെ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു. ഒരു കാര്യം വർക്കൗട്ട് ആയില്ലെങ്കിൽ മറ്റൊന്നിടാമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ലായിരുന്നു. ഒന്ന് വർക്കൗട്ട് ആയില്ലെങ്കിൽ വേറൊന്ന് വർക്കൗട്ടാക്കാം, ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റൊന്ന് ശരിയാക്കാം എന്നൊക്കെ ചിന്തിച്ചാൽ എങ്ങനെയാണ് കഴിവ് പുറത്തു വരിക? എങ്ങനെയാണ് എക്സലൻസി വരിക? മൂന്നാമത്തെ കാര്യം, ഓതൻറ്റിസിറ്റി. ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ കണ്ട് നമ്മളും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാ അതെങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഒരു കപ്പിൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾ പരസ്പരം അവരുടെ ഡ്രസ്സും ആഭരണങ്ങളും നോക്കും, എന്നാൽ പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ മാറി മാറി നോക്കും. എന്നോട് ക്ഷമിക്കണം, സോറി, ഞാൻ കുറച്ച് ലോക്കൽ സ്ലാങ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഈ കമ്പാരിസൺ എന്നത് നമ്മുടെ മനസ്സിൽ ആഴത്തിലുള്ളതാണ്. മറ്റുള്ളവരുടെ ജീവിതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവരെ പോലെ തന്നെ ജീവിക്കണമെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഓതൻറ്റിസിറ്റി തീരെ ഇല്ലല്ലോ. ഞാൻ ഒറിജിനലാണ്, ഞാൻ ഒന്നിൻ്റെയും ഫോട്ടോ കോപ്പി അല്ലല്ലോ. ദൈവം എന്നെ ജനിപ്പിച്ചത് ഞാൻ ഒറിജിനലായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ പോലെ ഞാനും ജീവിക്കണമെന്നാണെങ്കിൽ അത് ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവം എന്നോട് പറയുമായിരുന്നു. നമുക്കെല്ലാവർക്കും ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ, അത് വളരെ യുണീക്കാണ്. ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് മറ്റൊരു മനുഷ്യൻ്റേതുമായിട്ട് ഒരിക്കലും മാച്ച് ആവില്ല. നമ്മുടെ ഫിംഗർ പ്രിന്റ് യുണീക്കായിരിക്കുമ്പോൾ നിങ്ങളുടെ ഇൻപ്രിന്റും നിങ്ങൾ യുണീക്കായിട്ട് മാറ്റണം. നമ്മൾ എന്തിനു മറ്റുള്ളവരെ നോക്കി കോപ്പി അടിക്കണം? അതുകൊണ്ട് കമ്പാരിസൺ, അതായത് നമ്മുടെ ജേണിയിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ്. നമുക്കൊരു ഓതൻറ്റിസിറ്റി ഉണ്ടാവണം. പിന്നെ നമ്പർ 4, ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമ്പറുകളുടെ പിറകെ ഓടരുത്. ഈ മുഴുവൻ സോഷ്യൽ മീഡിയയും ഇന്ന് നമ്മളെ നമ്പറുകളുടെ പിറകെ ഓടുന്നവരാക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നിങ്ങൾ ഇമ്പാക്റ്റിന് പുറകെ ഓടണം. ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്പർ താനേ വന്നോളും. ഇനി അത് വന്നില്ലെങ്കിലും ഒരാളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. ഒരുപക്ഷെ നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ, ഒരു എക്സാമ്പിളിന്, ഒരാൾക്കൊരാളുടെ ലുക്സിൽ തൃപ്തിയില്ലെങ്കിൽ, പെട്ടെന്ന് ഒരാൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു റീല് കാരണം അവർക്കൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾ അവിടെ സെലക്ട് ആവുകയാണെങ്കിൽ, ഓഡിഷനിലൂടെ നിങ്ങൾക്ക് ഒരാളുടെ ജീവിതം തന്നെ മാറ്റാൻ പറ്റും. ശരിയല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ജേണിയിൽ പക്ഷേ ഇപ്പൊ പല വ്യക്തികളെ നോക്കുകയാണെങ്കിൽ റീൽസ് ചെയ്യുന്ന പേരും പറഞ്ഞ് ജീവൻ തന്നെ ഉപേക്ഷിക്കുകയാണ്. നമ്മൾ അങ്ങനെയുള്ള പല വ്യക്തികളെയും കാണുന്നുണ്ട്. ഒരാൾ വലിയ ഗർത്തത്തിലേക്ക് വീഴുന്നു, മറ്റൊരാളുടെ വണ്ടി കുഴിയിലേക്ക് വീഴുന്നു, മറ്റൊരാൾക്ക് ആക്സിഡന്റ് ആകുന്നു, ചിലർ മലയിൽ നിന്ന് വീഴുന്നു, ചിലർ വെള്ളത്തിലേക്ക് വീഴുന്നു. അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അവർക്ക് कामयाबी में सुकून नजर आया, उन्हें कामयाबी में सुकून नजर आया तो वो दौड़ते गए. उन्हें कामयाबी में सुकून नजर आया तो वो दौड़ते गए. हमें सुकून में कामयाबी नजर आई तो हम ठहर गए, है ना? हम सुकून में कामयाबी नजर आए तो हम ठहर गए. अपनी इच्छाओं के ख्वाहिशों की बोझ में तू क्या क्या कर रहा है? എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? अपनी ख्वाहिशों के बोझ में तू क्या क्या कर रहा है बशर? इतना तो जीना भी नहीं है जितना तू मर रहा है बशर. അങ്ങനെയല്ലേ? നമ്മളിൽ പലരും ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നാൽ, നമ്മൾ വിജയിക്കേണ്ടതുണ്ട്, ഉറപ്പായിട്ടും വിജയിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് വിജയിച്ചുകൂടാ? പക്ഷെ നമ്മൾ ആ വിജയത്തിന്റെ പിറകെ തന്നെ പോയി നമ്മുടെ മനസമാധാനവും ജീവനും നഷ്ടപ്പെട്ടാൽ ആ വിജയം ആർക്കു വേണ്ടിയാണ്? അതുകൊണ്ട് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഈ സക്സസ്ഫുൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ സക്സസ്ഫുൾ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കണം. അവരൊക്കെ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചേ മതിയാവൂ. അതായത് യഥാർത്ഥ വിജയം എന്നാൽ എന്താണ്? ശരിക്കും ഇതൊരു നല്ല കവിതയാണ്. लोग क्या सोचेंगे इस उलझन में हम कुछ यूं डूबे जा रहे हैं. लोग क्या सोचेंगे इस उलझन में हम कुछ यूं डूबे जा रहे हैं. दिल करना कुछ और चाहता है, हम किए कुछ और जा रहे हैं. റീൽസ് പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകൾ കാരണമാണ് ഇതൊക്കെ ചെയ്യുന്നത്. लोग क्या सोचेंगे इस उलझन में हम कुछ यूं डूबे जा रहे हैं. दिल करना कुछ और चाहता है, हम किए कुछ और जो जा रहे हैं.
सोचते हैं वक्त बहुत है हमारे पास, सोचते हैं वक्त बहुत है हमारे पास, अभी क्या इतनी जल्दी पड़ी है, अभी औरों के हिसाब से जी लेते हैं, हमारे पास तो सारी उम्र पड़ी है। दिल और दिमाग की इस कश्मकश में, दिल और दिमाग के इस कश्मकश में जिंदगी के पन्ने बड़ी रफ्तार से पलटते जा रहे हैं। इतना तो हम जिए भी नहीं जनाब अब तक, जितना हम बेवजह रोज मरे जा रहे हैं। ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ രവി സർ, റീൽസ് ചെയ്ത് ഫിസിക്കലി മരിച്ചുപോയവരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് പറയണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ റീൽസ് ചെയ്യുന്നതിലൂടെ ആളുകളുടെ മെന്റൽ ഹെൽത്ത് ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ അധികമാണ്. ചില ആളുകൾ ഡിപ്രഷനിലാവുന്നു, ചില ആളുകൾ ഫ്രസ്ട്രേഷനിലാവുന്നു, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഓരോരുത്തരുടെയും വർത്ത് അവർ നഷ്ടപ്പെടുത്തുന്നു. ഈ ഒരു ഡെത്ത് വളരെയധികം വ്യാപ്തിയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാഷനെയാണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആത്മാർത്ഥത, സത്യസന്ധത, യാഥാർത്ഥ്യബോധം എന്നിവ പിന്തുടരുകയാണെങ്കിൽ, അതായത് നമ്മൾ ആ ഒരു ബന്ധം നിലനിർത്തുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്പേസിലുള്ള ലീഡേഴ്സ് ഇതവരുടെ കടമയാണ്, അതായത് സത്യം പറയേണ്ടത്. ഞാനിപ്പോൾ ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നില്ലേ, കാരണം ഇത് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് ആണ്. ഇതിന്റെ ക്രെഡിറ്റ് എനിക്കെങ്ങനെ എടുക്കാൻ പറ്റുക? കറക്റ്റായിട്ടുള്ള സമയത്ത് പറയേണ്ടത് പറഞ്ഞാൽ അവരുടെ കണ്ണ് താനേ തുറക്കും. വളരെ നല്ല ഉത്തരമാണ് താങ്കൾ നൽകിയത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. Okay. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഗോർ ഗോപാലദാസിനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ഇപ്പൊ നല്ല പ്രശസ്തനായിരിക്കുകയാണ്, സ്റ്റൈലും മാറിയിരിക്കുകയാണ്. അതെ. ഇപ്പൊ താങ്കളെ ആരെങ്കിലും വന്ന് വിളിച്ചോ, വരൂ സന്യാസി റൂമിലേക്ക് പോവാന്ന്? ഈ ചോദ്യത്തിന് ഞാൻ കൈയടിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ലൈഫ് കോച്ച് ഗോർ ഗോപാൽ ദാസ്. വരൂ, അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ മോട്ടിവേഷണൽ സ്പീക്കർ സന്യാസി ഗോർ ഗോപാൽ ദാസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ താങ്കൾ കുറെ നേരമായി ജനങ്ങൾക്ക് പ്രേമം, സ്നേഹം, ലവ് ലൈഫ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അല്ല, ആരെങ്കിലും കാണുന്ന സമയത്ത് മനസ്സിനുള്ളിൽ ഡങ് ഡങ് എന്ന് മണി വല്ലതും അടിച്ചോ? ഹായ് ഹായ്, ഇന്ന് രജത് സാർ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഒരിടത്ത് ഒരു ഭ്രാന്താശുപത്രി ഉണ്ടായിരുന്നു. ആ ഭ്രാന്താശുപത്രിയുടെ അകത്തേക്ക് ഒരാൾ കടന്നുപോയി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ഒരാൾ ഫാനി പിടിച്ച് തൂങ്ങി നിൽക്കുന്നു. ആ തൂങ്ങി നിന്ന നിൽപ്പിൽ അയാൾ പറയുന്നു, ലൈല ലൈല എന്ന് വിളിച്ചു കൂവുന്നു. കുറച്ചു കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ ഓടി വന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഇത് ഭ്രാന്തന്മാരെ പോലെ ഓരോന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവൻ ലൈല എന്നൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ആ ലൈല വേറെ ആരുടെയോ കൂടെ പോയി ആ ആളെ കല്യാണം കഴിച്ചു. ആ നിമിഷം മുതൽ ഇവൻ ലൈലയും ഓർത്തുകൊണ്ട് ഫാനി തൂങ്ങിക്കൊണ്ട് ലൈല ലൈല എന്ന് വിളിച്ചു കൂവുകയാണ്. അതും കഴിഞ്ഞ് ആ ആൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. മുന്നോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളും പറയുന്നുണ്ടായിരുന്നു ഫാനി പിടിച്ചുകൊണ്ട് ലൈല ലൈല എന്ന്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവൻ എന്താ പറ്റിയതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇയാളാണ് ലൈലയെ കിട്ടിയതെന്ന്. ഇതുപോലെ ജോക്സൊക്കെ ഹാസ്യാത്മകമായിട്ട് പറയുന്നത് രസമാണ്. പക്ഷേ ബന്ധങ്ങൾ എന്നത് സ്നേഹമായാലും പ്രണയമായാലും ആ ഫീലിങ്സൊക്കെ യാഥാർത്ഥ്യം തന്നെയല്ലേ. പിന്നെ ഈ ഫീലിങ്സൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യം എൻ്റെ കാര്യത്തിൽ, അതായത് എനിക്കെപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിലും ഏതെങ്കിലും അനാമിക ഉണ്ടായിരുന്നു എന്ന്. പേര് നോക്കിക്കേ, അനാമിക എന്ന്. ഹോണസ്റ്റായിട്ട് പറയട്ടെ സാർ, ഞാൻ സത്യം പറയൂ സാർ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര അക്കാഡമിക് ആയിരുന്നു. ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് പഠനം വളരെ പ്രധാനമായിരുന്നു. സ്വപ്നങ്ങളുണ്ടായിരുന്നു. दिल है छोटा सा छोटी सी आशा, मस्ती भरे मन की भोली सी आशा, चांद तारों को छूने की आशा, आसमानों में उड़ने की आशा. ആ ആശ എവിടെയാണെന്നാണ് ചോദിച്ചത്.
എൻ്റെ അമ്മയുടെ പേര് ആശ എന്നാണ്. എവിടെയും പോയിട്ടില്ല. ഇപ്പോഴും വളരെ ഉത്സാഹത്തോടെ തന്നെയുണ്ട്. എൻ്റെ പുറകെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും. എന്തൊരു ചോദ്യമാണ് ചോദിച്ചത്. എനിക്കും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ സ്കൂൾ, കോളേജ്, പിന്നെ എഞ്ചിനീയറിംഗിന് വരെ പോയി. എല്ലാം എങ്ങനെയോ പാസ്സായി. എഞ്ചിനീയറിംഗ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അസൈൻമെൻറ്റിൽ തുടങ്ങിക്കൊണ്ട് പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. തുടക്കം മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ അത് അതിൻ്റെ പാട്ടിന് പോയി. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് HP-യുടെ ഓഫർ വന്നു. അവരുടെ കൂടെ ചേർന്നു. അങ്ങനെ അതിലൊരു 5-6 മാസം പോയി. അപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇൻസ്പിറേഷൻ വന്നു. ഒന്നിനും സമയം കിട്ടിയില്ല സർ. ഒരുപക്ഷെ സമയം കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ കഥ വേറെ രീതിയിലായിരിക്കാണ്. താങ്കൾക്ക് അതെ. സമയമില്ലായിരുന്നു. താങ്കൾ വേറെ ട്രാക്കിലേക്ക് മാറി. അവസാനം താങ്കൾ ഒരു സന്യാസിയായിട്ട് മാറേണ്ടി അതെ. വന്നു. ഇപ്പൊ നല്ല പ്രശസ്തനായിരിക്കുകയാണ്. അതെ സ്റ്റൈലും മാറിയിരിക്കുകയാണ്. അതെ. ഇപ്പൊ താങ്കളെ ആരെങ്കിലും വന്ന് വിളിച്ചോ, വരൂ സന്യാസി റൂമിലേക്ക് പോവാന്ന്? ഈ ചോദ്യത്തിന് ഞാൻ കൈയടിക്കുന്നുണ്ട്. അല്ല, ആരെങ്കിലും താങ്കളോട് ചോദിച്ചു കാണില്ലേ താങ്കളുടെ പാട്ടും എന്റെ നൃത്തവും വെച്ചൊരു റീൽ ചെയ്യാമെന്ന്? ഈ ചോദ്യത്തിന് ഞാൻ രജത് സാറിനൊരു കൈയടി കൊടുത്തേ മതിയാവും. വി ഷുഡ് ഗിവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ആദ്യം എന്തേലും ആവട്ടെ എന്നുള്ള വിചാരമായിരുന്നു. ഇന്ന് പ്രശസ്തിയുണ്ട്, പിന്നെ സ്റ്റൈലുണ്ട്, #മോങ് സ്വാഗ് ഉണ്ട്, ഗ്ലാമർ ഉണ്ട്. ഗ്ലാമർ ഉണ്ട്. അപ്പൊ ആരൊന്നും പറഞ്ഞില്ലേ വാ സന്യാസിയുടെ റൂമിലേക്ക് പോവാന്ന്. അതായത് ഞാനൊരു കാര്യം പഠിച്ചു. അതായത് ഏതൊരു സ്ത്രീ ആയാലും ഏതൊരു പുരുഷനായാലും ഏതൊരു മനുഷ്യനായാലും മറ്റൊരാളെപ്പറ്റി പല ഭാവനകളും ഉണ്ടാവുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങളൊരു സന്യാസിയാണോ അല്ലയോ എന്നൊന്നും പ്രശ്നമല്ല. ശരി, താങ്കൾ പറയുന്ന ആ ഭാവന ആരാണ്? ഈയിടെയായിട്ട് നോക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ യുവാക്കളുടെ തിരക്കാണ് കൂടുതലുള്ളത്. കാരണം അവിടെയാണ് ശ്രദ്ധ, ഭക്തി, ജ്യോതി, പൂജ, ആരാധന, ശാന്തി ഇതൊക്കെ അവിടെയാണ് കിട്ടുക. അതുകൊണ്ട് യുവാക്കളുടെ എണ്ണം അവിടെ കൂടുകയാണ്. അതായത് ഏതെങ്കിലും ഒരു ആണിന്റെ മനസ്സിലോ അല്ലെങ്കിൽ പെണ്ണിന്റെ മനസ്സിലോ ഫീലിങ്സ് ഉണ്ടാവുക എന്നത്, അതായത് മറ്റൊരാളോടൊരു ആകർഷണം ഉണ്ടാവുന്നത് ഒരു തെറ്റായ കാര്യമാണോ? ഒരിക്കലും അല്ല. എനിക്കും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ബൈ ദ വേ, ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊരു ഹൂക്സ് അല്ല, പക്ഷെ ഇതൊരു പോയിന്റാണ്. അതുപോലെയൊക്കെ വരും, പക്ഷെ ഞാനതിലൊന്നും ഒരു തെറ്റും കാണുന്നില്ല. അവരും മനുഷ്യരാണ്. ഈ ഫീലിങ്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഹോണസ്റ്റിയെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ. അവരുള്ളത് ഓപ്പണായിട്ട് പറഞ്ഞു, ഒന്നും മനസ്സിൽ തന്നെ സൂക്ഷിച്ച് നടന്നില്ല. അവരുടെ മനസ്സിലുള്ളത് ഹോണസ്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ആ ഹോണസ്റ്റ് ഫീലിങ്സിനെ ഫോളോ ചെയ്യണോ വേണ്ടോ എന്നത് തീർച്ചയായും പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ ഒരു വ്യക്തി വന്നെന്നോട് പറഞ്ഞു. അവർ പറഞ്ഞത്, സാർ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ് സാർ, ഈ മാരേജ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വല്ല സൊല്യൂഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സൊല്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് സന്യാസി ആവണമെന്ന്. സോറി. ഇത് നോക്കിക്കേ, എന്തൊരു ചിരിയാണെന്ന്. ശരി, ഇതുവരെ താങ്കൾ ആരെയും പ്രേമിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ഇനി ആരെങ്കിലും താങ്കളെ സ്നേഹിച്ചാൽ പോലും താങ്കൾ അത് മൈൻഡ് ചെയ്യില്ല. ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കെൻ്റെ അമ്മയോട് സ്നേഹമുണ്ട്, എനിക്കെൻ്റെ അച്ഛനോട് സ്നേഹമുണ്ട്. ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എന്ന് എപ്പോഴാണ് പറഞ്ഞത്? എനിക്ക് സ്നേഹമില്ലെന്ന് എപ്പോഴാണ് പറഞ്ഞത്? സ്നേഹം എന്നാൽ ഒരു ആണിൻ്റെ പെണ്ണിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് മാത്രമാണോ? ഇന്ന് സ്നേഹമെന്ന് പറഞ്ഞാൽ തന്നെ അത് പ്രണയമായിട്ടും പ്രേമമായിട്ടും ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഓർമ്മ വരൂ, ആണിൻ്റെ പെണ്ണിൻ്റെ ഇടയിലുള്ള സ്നേഹം. എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ടായിരുന്നു, എൻ്റെ അച്ഛനോട് സ്നേഹമുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സ്നേഹിച്ചു, ഞാൻ എൻ്റെ ഗുരുവിനെ സ്നേഹിച്ചു, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം ഇവരാണ് എന്നെ രൂപപ്പെടുത്തിയത്, ഇവിടെ വന്നിരിക്കുന്ന ഇവരാണ് എന്നെ ഉണ്ടാക്കിയത്. ഞാൻ ആ തരത്തിലുള്ളവനാണ്, ഈ തരത്തിലുള്ളവനാണ് എന്നൊക്കെ ഇവരാണ് പറയുന്നത്. ഇവരൊക്കെ എൻ്റെ ഫാനാവാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? ഞാൻ സ്നേഹിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ലവ് ഗുരുവായിട്ട് മാറിയത്, യുവാക്കളോട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്? അതായത് ലവ് സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്യാണത്തിന് മുന്നേ വരെ Roses are red,
The sky is blue. Roses are red, the sky is blue. You are my sweetheart, I love you. കല്യാണം കഴിഞ്ഞാ പിന്നെ Roses are dead, I am blue. Stop your nonsense or I'll kill you. താങ്കൾ ഒരു വരനായില്ല, കുതിരമേൽ ആഘോഷമായിട്ട് വന്നില്ല, കല്യാണം കഴിച്ചില്ല. അപ്പോൾ യുവാക്കളോട് എങ്ങനെയാണ് കല്യാണത്തിനെ കുറിച്ച് താങ്കൾ സംസാരിക്കുന്നത്? ഈ ജന്മത്തിലാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. പക്ഷേ കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള വിശ്വാസം എനിക്കുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നിരിക്കാം. ആ അനുഭവങ്ങൾ മുഴുവനും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടാവാം. എന്തൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല, എനിക്ക് പോലും അതറിയില്ല. അതാണ് സത്യം. പെൺകുട്ടികളോട് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ മൊബൈലിൽ വെക്കാനും പറയുന്നു. അതുപോലെ യുവാക്കളോട് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ വഴി നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടുമെന്ന് പറയുന്നു. ഞാൻ ഉറപ്പായിട്ടും ഇത് പറയാം. നിങ്ങളുടെ എത്ര പേരുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട്? എല്ലാവർക്കും ഉണ്ടല്ലേ? നിങ്ങൾക്കൊക്കെ അതിൻ്റെ സൊല്യൂഷൻസ് വേണ്ടേ? നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എല്ലാവരും കയ്യിലെടുത്തേ. കല്യാണം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോട്ടോ നിങ്ങളുടെ ഹോം പേജിൽ നിങ്ങളുടെ വാൾപേപ്പറാക്കി മാറ്റൂ. എല്ലാവരും സ്ക്രീൻ അങ്ങനെ ചെയ്യൂ. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ GF അങ്ങനെ ചെയ്യണം. എപ്പോൾ എന്ത് പ്രോബ്ലം വന്നാലും അത് തുറന്ന് ഇങ്ങനെ നോക്കുക. നിങ്ങളോട് നിങ്ങൾ തന്നെ പറയുക, ഇഫ് ഐ ഹാൻഡിൽ ദിസ്. I can handle any damn thing in life. ഇപ്പൊ നോക്കിക്കേ, രജത് സാറിന് നേരെ ഞാൻ ഈ കുറ്റാരോപണം ഉന്നയിക്കുകയാണ്. ഇദ്ദേഹം എപ്പോഴും ഗസ്റ്റുകൾക്ക് നേരെയല്ലേ ആരോപണം ഉന്നയിക്കാറ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിന് നേരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. മാഡം, എനിക്ക് അനുമതി കിട്ടുമോ? നിങ്ങൾ അനുമതി തരാമോ? ഇല്ലെന്നോ? ജഡ്ജി മാഡം എനിക്ക് അതിനുള്ള അനുമതി തരുന്നില്ല. സാർ, നിങ്ങൾ ഇപ്പൊ ആ കൂട്ടിലാണുള്ളത്. ഞാൻ കൂട്ടിനകത്താണുള്ളതെന്നോ? ഞാനിവിടെ എന്റെ ഒരു ആശങ്ക അറിയിച്ചോട്ടെ. പറഞ്ഞോളൂ. അപ്പൊ ശരി, ഞാൻ എന്റെ ഒരു ആശങ്ക അറിയിക്കുകയാണ്. അതായത് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയാറുള്ള ജോക്സൊക്കെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോണ്ടെക്സ്റ്റിന് പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങളിതിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെപ്പോലെയുള്ള യുവാക്കൾ വന്ന് സെഷനിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ഡീപ്പായിട്ടുള്ള കാര്യം ഒരു ജോക്കും ഉപയോഗിക്കാതെ ചില്ല് ചെയ്യാതെ പറയുമ്പോൾ ആ കാര്യം എങ്ങനെ റീച്ചാകും? ആ ഡീപ്പായിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ജോക്സും ചില്ലൗട്ടും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ തമാശകളുടെ കൂടെ തന്നെ കാര്യങ്ങളും മറ്റുള്ളവരുടെ മനസ്സിലെത്തുന്നു. അതുകൊണ്ട് ഈ ജോക്ക് പറയുന്നതും ചില്ല് ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു തവണ അങ്ങനെ പറയും, ഒരു തവണ ഇങ്ങനെ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ കാര്യം കൂടി ഞാൻ പറയട്ടെ. അതെന്റെ മനസ്സിൽ നിന്ന് വരികയാണ്. ഞാനത് ഇംഗ്ലീഷിൽ തന്നെ പറയാം. നെവർ ലാഫ് അറ്റ് സംബഡി, ലവ് വിത്ത് സംബഡി. ആരെയും നോക്കി ചിരിക്കാൻ പാടില്ല, ആരുടെയെങ്കിലും കൂടെ ഒന്നിച്ച് ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴൊക്കെ ചിരിച്ചാലും മറ്റുള്ളവരുടെ കൂടെ ഒന്നിച്ചാണ് ഞാൻ ചിരിക്കാറ്. ഞാൻ എന്നെ തന്നെ കളിയാക്കാറുണ്ട്. എന്നെ കളിയാക്കി ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. അതൊരിക്കലും എന്നെ സങ്കടപ്പെടുത്തുന്നില്ല. വെൻ ഐ ലാഫ് അറ്റ് ദം സേയിങ് മാരിഡ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്, അവരങ്ങനെയാണ്. ഇതൊക്കെ വെറും ജോക്സ് മാത്രമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞവരെ ബഹുമാനിക്കുന്നവനാണ്. എത്രമാത്രം ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നുവോ അത്ര തന്നെ ഞാൻ അവർക്ക് മര്യാദയും കൊടുക്കുന്നു. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ടും ഈ ജോക്സ് ഒക്കെ നമ്മുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഡിയൻസിന് ഇപ്പൊ ചോദ്യം ചോദിക്കാം. താങ്കൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കാവുണ്ടെങ്കിൽ ചോദിക്കാം. സർ, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾ മൂവിയൊക്കെ കാണാറുണ്ടോ? താങ്കളുടെ ഫേവറേറ്റ് ഹീറോയിനി ആരാണ്? Hi, hi. എന്നെ ഈ കൂട്ടിനകത്ത് ഇരുത്തിയിട്ട് നിങ്ങളൊക്കെ ഒരു തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ വന്ന് പെട്ടു. ഇവനെ ഒന്ന് വിടാൻ പാടില്ല എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ സിനിമകൾ കാണാറുണ്ടോന്നോ? ഞാൻ ഉറപ്പായിട്ടും കാണാറുണ്ട്. ദിവസവും കാണാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഞാൻ OTT പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് എല്ലാ പടവും കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ബോളിവുഡിനകത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ. ചില സമയം അവരുടെ പടങ്ങൾ പ്രൈവറ്റ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ആശ്രമത്തിലേക്കൊക്കെ അയക്കാറുണ്ട്. അപ്പം ഞാൻ കാണാറുണ്ട്. അത് റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണല്ലോ. ഞാൻ സിനിമ എന്നതിലുപരി എൻ്റെ സൗഹൃദത്തിന് വേണ്ടി ചില സമയം സിനിമകൾ കാണാറുണ്ട്. എൻ്റെ ടീം ചില സമയങ്ങളിൽ ചില സിനിമകൾ കാണാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ആ സിനിമകളൊക്കെ ഞാൻ ഉറപ്പായിട്ടും കാണാറുമുണ്ട്. ഹീറോയിൻ ഇദ്ദേഹം വെറുതെ വിടാൻ തോന്നില്ലല്ലോ. ഇദ്ദേഹം ഒന്ന് വിടുന്നേ ഇല്ല. അതായത് ഒരാളുടെ പേര്, അതായത് ഇവിടെ ഒരാളുടെ പേര് മാത്രം പറയുമ്പോൾ അതവരുടെ അഭിനയം, പിന്നെ അവരുടെ കഴിവ്, അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ അവരുടെ ലുക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഞാൻ അവർക്കുള്ളിലുള്ള കഴിവിനെയാണ്.
അതാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അതുപോലെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ അവരെ അത്രയ്ക്കും ബഹുമാനിക്കുന്നു. അതുപോലെ അവരുടെ ആർട്ടിസ്ട്രി ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ. താങ്കളുടെ ഉത്തരം എങ്ങനെയുണ്ടെന്ന് അറിയാവോ? जिंदगी जुल्फों की छां में गुजरने पाती तो होम लोन कौन लेता? അതെ അതെ അതെ. വേറെ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? താങ്കളുടെ ലൈഫിൽ താങ്കൾക്ക് ആരെങ്കിലും പേടിയുണ്ടോ? എനിക്ക് ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് ഇഷ്ടമായി. ഗിവ് എ റൗണ്ട് റൗണ്ട് ഓഫ് അപ്ലോസ് യുവർ സെൽഫ്. വെരി ഇന്ററാക്റ്റീവ് ഓഡിയൻസ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓഡിയൻസ് ഐ ഹാവ് സീൻ ഇൻ ദ വേൾഡ്. But I say that everywhere I go. Just joking, just joking. നിങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നല്ലോ. അത് എനിക്കാരെങ്കിലും കണ്ടാൽ പേടി തോന്നുമോ എന്ന് ചോദിച്ചു. ഞാനൊരിക്കൽ USA പോയിരുന്നു. അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയായിരുന്നു താമസിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഗുരുജി സ്കൈ ഡൈവിംഗ് ചെയ്യുന്നോ എന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന്. അതും പറഞ്ഞ് ഞാനങ്ങ് ഉറങ്ങി. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. ഞാൻ 18,000 അടി മേലെ പോയിട്ട് താഴോട്ട് ചാടണം. അതായത് 18,000 അടി മേലെ പോയിട്ട് താഴോട്ട് ചാടണമെന്ന്. ക്യാൻ ഐ ഡു ഇറ്റ്? ക്യാൻ ഐ നോട്ട് ഡു ഇറ്റ്? എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പാരച്യൂട്ട് ഓപ്പൺ ആയില്ലെങ്കിലോ? ഒരുപക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആയില്ലെങ്കിലോ? പിന്നെന്ത് പറയാനാ, അതോടെ കഥ കഴിയും. ശേഷം ഞാൻ ഗൂഗിളിൽ നോക്കി, ഹൗ മെനി പീപ്പിൾ ഡൈ എവറി ഇയർ ഇൻ സ്കൈ ഡൈവിംഗ് ആക്സിഡന്റ്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. ഇത് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഓരോ വർഷവും 1000 മുതൽ 1500 പേര് വരെ മരിക്കുമെന്ന്, ആക്സിഡന്റിൽ മരണപ്പെടാറുണ്ട് എന്ന്. അതിനുശേഷം എൻ്റെ മൈൻഡ് പറഞ്ഞു, ഒരുപക്ഷെ ആ 1000-ൽ ഞാനും വരികയാണെങ്കിലോ? അതായത് 1000 പേരെ ഉണ്ടാവുകയുള്ളൂ, ഈ 5,000 ശേഷം എൻ്റെ ബുദ്ധി പറഞ്ഞു, നമ്മുടെ പുറകിലുണ്ടാവില്ലേ, നമ്മുടെ കൂടെ തന്നെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ളവർ കൂടെ വരില്ലേ, അവരെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള അക്കാദമി ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. അവിടെ നോക്കിയാൽ ഏകദേശം 20 വർഷങ്ങളായിട്ട് ഒരു ആക്സിഡന്റ് പോലും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്ര വർഷമായിട്ട് ഒരു ആക്സിഡന്റ് പോലും നടന്നിട്ടില്ല, ഒരുപക്ഷെ നാളെ നടന്നാലോ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾസിനെ പറ്റി ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ലേ? അതായത് നാളെ നടക്കുകയാണെങ്കിൽ നടക്കാനുള്ളത് നടന്നേ തീരൂ. ഇനി ഞാനാണ് തീരുമാനിക്കേണ്ടത് ആക്സിഡന്റ് ആവാൻ വേണ്ടി അവിടെ പോകണോ അല്ല ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങണോ എന്നുള്ളത്. അതെന്റെ തീരുമാനം പോലെ ഇരിക്കും. കുറച്ചെങ്കിലും നമ്മൾ റിസ്ക് എടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പോയി. അവിടെ പോയപ്പോൾ നമ്മളൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കണോ അത്രേ, നമുക്ക് വല്ലതും സംഭവിച്ചാൽ നമ്മൾ മാത്രമാണ് ഉത്തരവാദിയെന്ന്. അങ്ങനെ ഞാനതിൽ സൈൻ ചെയ്തു. പ്ലെയിന് ടേക്ക് ഓഫ് ആയി. പ്ലെയിന് മേലെ പോയി. 18,000 ഫീറ്റ് എത്തിയപ്പോൾ കതവ് തുറന്നു. എൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾ എന്നെ ടൈ ചെയ്തു. പിന്നെ ഞാൻ താഴെ നോക്കിക്കൊണ്ടു നിന്നു. 18,000 അടി മേലെ നിന്നുകൊണ്ട് താഴോട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരൊക്കെ ഭയങ്കര വ്യക്തതയുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞു, അറ്റ് ദ കൗണ്ട് ഓഫ് 3 വി വിൽ ജംപ്. അദ്ദേഹം 1 എന്ന് പറഞ്ഞു, പിന്നെ 2 എന്ന് പറയുമ്പോഴേക്കും എന്നെ തള്ളിയിട്ടു. കാരണം 3 പറയുകയാണെങ്കിൽ നമ്മൾ സൈഡിൽ പിടിച്ചങ്ങ് നിൽക്കും. അതുകൊണ്ട് 1, 2, 3 പറഞ്ഞില്ല. അറ്റ് ദ കൗണ്ട് ഓഫ് 2-ൽ തന്നെ താഴേക്ക് തള്ളിയിട്ടു. ഞാൻ ചാടിയപ്പോൾ ഒരു 15 സെക്കൻഡിലേക്ക് ഫ്രീ ഫോൾ ആയിരുന്നു. അത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയോ? കാരണം ഒരു ഭാഗത്ത് എൻ്റെ ബ്ലോക്കേജ് ഉണ്ടായിരുന്നല്ലോ, അത് കാലിയായി. പേടി കാരണം. പിന്നെ പേടിയിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെങ്കിൽ മനസ്സുള്ള സ്ഥലത്ത് തന്നെ നമ്മുടെ ബുദ്ധിയും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദാറ്റ്സ് ഹൗ ഐ ഡെൽറ്റ് വിത്ത് ഫിയർ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഗോർ ഗോപാൽദാസിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. जिंदगी के इन सारी मायूसियों और उतार चढ़ाव में हमने अपनी उम्मीदों से नाता नहीं तोड़ा. നിങ്ങൾക്കൊരു കാര്യം അറിയുന്നു, നമുക്ക് വിശ്വാസം എന്ന കാര്യം നഷ്ടപ്പെട്ടാൽ പിന്നീട് പല ചതികളും നമ്മുടെ ജീവിതത്തിൽ നടക്കും. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഗോർ ഗോപാൽ ദാസ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലൈഫ് സ്റ്റൈൽ കോച്ച് സന്യാസി ഗോർ ഗോപാൽദാസിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗോർ ഗോപാൽദാസ് സർ, ഞാനൊരു ഉദാഹരണത്തോട് പറയാം. നമ്മുടെ ദേശത്ത് ഹനുമാനെ മഹാബലിയെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിനെ ഒരു വലിയ ശക്തിയായിട്ട് കാണുന്നു. പക്ഷെ താങ്കൾ എന്താണെന്ന് വെച്ചാൽ ഹനുമാന് ഡിപ്രഷൻ ഏർപ്പെട്ടതായിട്ട് പറയുന്നു. പിന്നെ ഹനുമാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ആലോചിച്ചതായിട്ടും താങ്കൾ പറയുന്നു. മഹാബലി ഹനുമാനെ ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല. അങ്ങനെ പറഞ്ഞത് വാൽമീകി മഹർഷിയാണ്. വാൽമീകി മഹർഷി പറഞ്ഞത്, അദ്ദേഹം ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് സംസ്കൃത ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹനുമാൻ തേടിക്കൊണ്ടിരുന്നപ്പോൾ സീതയെ കിട്ടിയില്ല.
എല്ലാ സ്ഥലത്തും ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ചു, പക്ഷെ എവിടെയും കിട്ടിയില്ല. അദ്ദേഹം ഇരുന്നുകൊണ്ടിരുന്നപ്പോ വളരെ സങ്കടത്തിലായി. അദ്ദേഹം ഡിപ്രസ്ഡായി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അവിടെ അത്രയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടും അത്രയേറെ എഫേർട്ട് അവിടെ ഇട്ടിട്ടും അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നടക്കാറില്ലേ? ഒരുപാട് ശ്രമങ്ങൾ നടത്തും, ഒരുപാട് അധ്വാനിക്കും, നമ്മൾ തന്നെ ഒരുപാട് വേദനിപ്പിക്കും, പക്ഷെ സീതയെ കിട്ടില്ല. ഹനുമാൻജി അവിടെ ഇരിക്കുകയാണ് വളരെ വിഷമത്തോടെ. ഇനി താൻ ആത്മഹത്യ ചെയ്യാമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഞാൻ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ രാമനെ ചെന്ന് കാണുക എന്ന് ചിന്തിച്ച്. എങ്ങനെയാണ് ഞാൻ സുഗ്രീവനെ പോയി കാണുക? കാരണം അദ്ദേഹമാണ് എനിക്ക് ഈ ചുമതല തന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ അച്ഛനെയും അമ്മയും പോയി കാണുക? കാരണം അവരാണ് എന്നെ എല്ലാ കാര്യങ്ങളും അഭ്യസിപ്പിച്ചത്. ഞാൻ എങ്ങനെയാണ് അവരോട് പറയുക എന്നെക്കൊണ്ട് ഇതിന് സാധിച്ചില്ല എന്ന്? എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫാമിലിയെ ഫേസ് ചെയ്യാൻ പറ്റുക? എല്ലാം എൻ്റെ വഴിക്ക് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ. മഹാബലി ഹനുമാൻ എപ്പോഴും മഹാബലിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന് എന്ത് കുറച്ചിലാണ് ഉള്ളത്? അദ്ദേഹം എപ്പോഴും മഹാബലിയാണ്. അദ്ദേഹം മല ഉയർത്തിയതുകൊണ്ട് മാത്രമല്ല മഹാബലി ആയത്. അതൊരു വലിയ കാര്യമൊന്നും അല്ല. അദ്ദേഹം എങ്ങനെയാണ് മഹാബലി ആയതെന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് സ്വയം എഴുന്നേൽപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം മഹാബലി ആയത്. അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് ചിന്തിച്ചു, ഞാൻ എൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് എന്താണ് സാധിക്കാൻ പോകുന്നത്? ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട്, അതായത് അതിൽ ആത്മഹത്യക്കുള്ള ഉത്തരവുണ്ട് കേട്ടോ. അദ്ദേഹം ആദ്യം ചിന്തിച്ചത് കടലിൽ ചാടി മരിക്കണോ അല്ല തീ കൊളുത്തി മരിക്കണോ എന്നൊക്കെയായിരുന്നു. ഇത് സംസ്കൃത ശ്ലോകം പറയുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ആരെയും മിസ്ലീഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തല ഉയർത്തിക്കൊണ്ട് മേലോട്ട് നോക്കി. ഞാൻ അശോകവനത്തിൽ അന്വേഷിച്ചതേയില്ലല്ലോ. അശോകവനം എന്റെ മുന്നിൽ തന്നെയുണ്ട്. അദ്ദേഹം അവിടെ പോയ ഉടനെ തന്നെ അദ്ദേഹത്തിന് സീതയെ കാണാൻ പറ്റി. ഇത് വാൽമീകി മഹർഷിയുടെ കഥയാണ്, ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല കേട്ടോ. താങ്കൾ ജനങ്ങളോട് ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ടെന്ന് പറയുന്നു. दर्द मिले हैं काफी मगर हमने मुस्कुराना नहीं छोड़ा. दर्द मिले हैं काफी मगर हमने मुस्कुराना नहीं छोड़ा. ख्वाब टूटे हैं कई फिर भी हमने जिंदगी से मुंह नहीं मोड़ा. रास्ते रास्ते मुश्किलों से भरे हैं. रास्ते मुश्किलों से भरे हैं फिर भी हमने चलना नहीं छोड़ा. जिंदगी के इन सारी मायूसियों और उतार चढ़ाव में हमने अपनी उम्मीदों से नाता नहीं तोड़ा. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചതികൾ സംഭവിക്കും. വെൻ വി ലോസ് ഹോപ്പ് ഈസ് വെൻ വി ഗിവിംഗ് അപ്പ് അവർ ലൈഫ്. താങ്കൾ മദ്യപിക്കുന്നത് തെറ്റാണെന്ന് അതെ. പറഞ്ഞു. അതിന്റെ ദൂഷ്യഫലങ്ങൾ താങ്കൾക്ക് എങ്ങനെ അറിയാം? ഒരു കള്ളുകുടിയൻ കള്ളു കുടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ അടുത്തുകൂടി പോവുകയായിരുന്നു. ആ കള്ളുകുടിയൻ ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിച്ചു, എല്ലാത്തിനേക്കാളും വലുത് എന്താണ് എന്ന്. അപ്പൊ പൂജാരി പറഞ്ഞു, ക്ഷേത്രമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന്. ക്ഷേത്രമാണ് വലുതെങ്കിൽ ഭൂമി എന്താണ് എന്ന് അവൻ ചോദിച്ചു. അപ്പൊ പൂജാരി പറഞ്ഞു, ഭൂമിയാണ് വലുത് എന്ന്. അപ്പൊ അവൻ ചോദിച്ചു, ഭൂമിയാണ് വലുതെങ്കിൽ ശേഷനാഗം വലുതല്ലേ എന്ന്. അപ്പൊ ശേഷനാഗമാണ് വലുതെന്ന് പറഞ്ഞു. അപ്പൊ ശേഷനാഗം വലുതാണെങ്കിൽ അതെങ്ങനെ ശിവന്റെ കഴുത്തിൽ കിടക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ശിവനാണ് വലുത് എന്ന് പറഞ്ഞു. അപ്പൊ ശിവനാണ് വലുതെങ്കിൽ അദ്ദേഹം എങ്ങനെ കൈലാസത്തിൽ കഴിയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കൈലാസമാണ് വലുത് എന്ന് പറഞ്ഞു. കൈലാസമാണ് വലുതെങ്കിൽ അതെങ്ങനെ ഹനുമാൻ എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. ഇത് കേട്ട പൂജാരി അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡായി. അപ്പൊ നീ തന്നെ പറ, സൃഷ്ടിയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നീ തന്നെ പറ. അപ്പൊ അയാൾ പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും മഹത്തായവരാരാണെന്നറിയോ? ഒരു 2 ബോട്ടിൽ ഫുള്ള് കുടിച്ചിട്ട് നേരെ നിൽക്കാൻ പറ്റുന്നില്ലേ, അവരാണെന്ന്. ഈ ജോക്ക് ഒരുപാട് വൈറലായി ആ കാലത്ത്. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചില പോയിന്റുകളൊക്കെ പറഞ്ഞിരുന്നു. कि नशा शराब में होता तो नाचती बोतल. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഞാനൊരു കവിത പറയട്ടെ സാറേ. तौहीन न कर शराब को कड़वी कहकर, तौहीन न कर शराब को कड़वी कहकर, जनाब जिंदगी के तजुर्बे उससे भी ज्यादा कड़वे होते हैं. താങ്കൾ മദ്യപിച്ചിരുന്നാലും എനിക്കറിയില്ല. ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല, ഇനി അങ്ങോട്ടും എനിക്ക് തൊടാനുള്ള ഉദ്ദേശവും ഇല്ല. ഞാനൊരു സംസ്കൃത ശ്ലോകം പറയാം. അത് വളരെ നല്ലൊരു ശ്ലോകമാണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? नैवं पश्यति जन्मान्धः कामान्ध नैव पश्यति मदोन्मत्त न पश्यन्ति अर्थी दोषम न पश्यति. ഇതിന്റെ അർത്ഥം എന്താണെന്നാൽ, നൈവം പശ്യന്ത ജന്മാന്ത, ജനിച്ചപ്പോൾ തൊട്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ, അവർക്ക് കാണാൻ പറ്റില്ല, ഫിസിക്കലി കാണാൻ പറ്റില്ല. കാമാന്ത നൈവ പശ്യതി,
തന്റെ ആഗ്രഹങ്ങളാൽ അന്ധനായ ഒരു വ്യക്തി, അയാൾക്കും ഒരിക്കലും എതിരെയുള്ളത് കാണാൻ സാധിക്കില്ല. ഒരാളെ ബഹുമാനത്തോടെ കാണാൻ സാധിക്കില്ല. കാരണം അയാളുടെ ദൃഷ്ടി എന്നത് വളരെ കെട്ടുപോയ ഒന്നാണ്. ഹർത്തി ദോഷം ന പശ്യതി. പണമാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതിയത് സമ്പാദിക്കാൻ നടക്കുന്നവർ തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ഒന്നും തന്നെ അവർ നോക്കുന്നില്ല. പക്ഷെ നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മതോന്മത്തന പശ്യതി. ആരാണോ ലഹരിയിലുള്ളത്, ആരാണോ മദ്യപിച്ച് ലഹരിയിലുള്ളത്, അവരെ കൊണ്ടും കാണാൻ സാധിക്കില്ല. മദ്യത്തിന്റെ ലഹരിയേക്കാൾ അഹങ്കാരം എന്ന ലഹരി വളരെ മോശമായ ഒന്നാണ്. ഈഗോ എന്ന ലഹരി. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം കുടിച്ച ഒരാളുടെ ലഹരി ഒറ്റ രാത്രി കൊണ്ടില്ലാതാവും. എന്നാൽ ആർക്കാണോ ഈഗോ എന്ന ലഹരി കൂടിയിട്ടുള്ളത്, അവരുടെ മുന്നിൽ എത്ര വലിയ ആളുകൾ വന്നിരുന്നാലും അവർക്കൊരിക്കലും കാണാൻ കഴിയില്ല. മറ്റുള്ളവർ അവരെക്കാൾ വലുതാണെന്ന് അവർ ചിന്തിക്കില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും മഹാൻ താനാണെന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ഒരു നല്ല പാട്ടൊന്നുണ്ടായിരുന്നു. അത് कलौराएंगे नगमों की खिलती कलियां चुनने वाले, मुझसे बेहतर कहने वाले, तुमसे बेहतर सुनने वाले, कल कोई मुझको याद करे, क्यों कोई मुझको याद करे, मशरूफ जमाना मेरे लिए क्यों वक्त अपना बर्बाद करे, मैं पल दो पल का शायर हूँ, पल दो पल मेरी कहानी है, पल दो पल मेरी हस्ती है, पल दो पल मेरी जवानी है. നാളേക്ക് എന്നേക്കാളും വലിയ പ്രഭാഷകന്മാർ വരാം, നാളെ ഇതിലും വലിയ ആസ്വാദകരും വരാം. എന്തിനാണ് നമ്മളാണ് വലുതെന്ന് ചിന്തിക്കുന്നത്? ആ ഒരു ലഹരിയിൽ നിന്ന് നമ്മൾ എപ്പോഴും മുക്തരാവണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. വേറൊരു ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. അതുപോലെ ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്ത് പോലും നിങ്ങൾ കുടിക്കണം കുടിക്കാതിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടുമില്ല, ഇനി അങ്ങോട്ട് പറയുകയുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, നമ്മളുടെ ആത്മസംതൃപ്തി നമ്മൾ അന്വേഷിക്കാൻ നോക്കിയാൽ നമുക്കൊരിക്കലും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യം വരികയില്ല. പക്ഷെ ഈ ലഹരി ഉണ്ടല്ലോ, ഈഗോ എന്ന ലഹരി, അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതായത് ആ ഒരു ലഹരിക്കുള്ളിൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകില്ല എന്ന്. താങ്കൾക്ക് ദേഷ്യം വരുമോ? തീർച്ചയായിട്ടും വരും. എന്തുകൊണ്ട് വന്നുകൂടാ? ഞാനൊരു മനുഷ്യനല്ലേ. ഞാൻ കേട്ടത് ന്യൂയോർക്കിൽ വെച്ച് ആരോ താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു താങ്കൾ അഭിനയിക്കുകയാണെന്ന്. ആ അതെ, നോക്കൂ, ദേഷ്യം വരിക എന്നത് ഒരു സ്വാഭാവിക കാര്യമാണ്. നിങ്ങൾ എത്ര പേർക്ക് ദേഷ്യം വരാറുണ്ട്? ഓ താങ്ക് യു. ഒരിക്കൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്ന സമയത്ത് നീ എന്താണ് ചെയ്യാറ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമെന്ന്. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ നിനക്ക് എങ്ങനെയാ എന്നോടുള്ള ദേഷ്യം കുറയുക എന്ന്. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ കഴുകുകയാണ്. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് സ്പെഷ്യൽ എഫക്റ്റോട് കൂടി പല്ല് സോറി. പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചു, റിയാക്ട് ചെയ്യുന്നതിലൂടെ സിറ്റുവേഷൻ ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ഒന്നിനുള്ള മറുപടി നൽകുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം എടുക്കണം. തലച്ചോറ് നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവും. അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് സമയം കൊടുക്കണം, എന്നാലേ അതൊന്ന് തണുക്കുകയുള്ളൂ. മൈൻഡ് കൂളാവാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട്. ഒരാൾ എന്നെപ്പറ്റി പല മോശം കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, എന്താ ഇത്, ഇദ്ദേഹം ഇങ്ങനൊരു വാക്കുപയോഗിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. കാരണം ഫീഡ്ബാക്കിൽ അത് സത്യമാണെങ്കിൽ നമ്മൾ മാറിയല്ലേ തീരൂ. ഒരു വ്യക്തി വന്ന് എന്നോട് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ നമ്മളത് സത്യമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിച്ചു. രണ്ടാമത് ഞാൻ ചിന്തിച്ചത്, അദ്ദേഹം പറഞ്ഞത് എനിക്ക് സത്യമായിട്ട് തോന്നില്ലല്ലോ. എനിക്ക് സത്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതൊരിക്കലും എൻ്റെ പ്രോബ്ലം അല്ല, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ആണെന്ന്. സുഹൃത്തുക്കളെ, അദ്ദേഹം ദേഷ്യം കാരണം ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മനസ്സിനകത്ത് എത്രമാത്രം അൺഹീൽഡായിട്ടാണ് അയാൾ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആർക്കാണ് ഹീലിംഗ് ആവശ്യം? ആർക്കാണ് മനസ്സിലാക്കൽ ആവശ്യം വരുന്നത്? നമ്മുടെ എതിരെയുള്ള ആൾക്ക് ഹീലിംഗിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ പ്രാക്ടിക്കലി പ്രാർത്ഥിച്ചാൽ മാത്രം ഹീലിംഗ് ഒരിക്കലും നടക്കില്ല. പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യണമല്ലോ. ഒരു തവണയാണെങ്കിൽ നമുക്കത് വെറുതെ വിട്ടങ്ങ് പോകാൻ പറ്റും. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുകയാണെങ്കിലോ നമുക്കതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ഇസ്കോമിലുള്ള ആൾക്കാരെ ബംഗ്ലാദേശിൽ കൊല്ലുകയാണ്, ഇസ്കോമിന്റെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് താങ്കളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ശരിയാണ്. ഇന്നെനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, അതുകൊണ്ട് ഞാൻ പറയാം. എന്താ, ഇവിടെയുള്ള എത്ര പേർ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട്? ആ കൊള്ളാം, താങ്ക് യു. ഇവിടെ എത്ര പേർ കല്യാണം കഴിഞ്ഞവരാണ്? വീട്ടിൽ എത്ര പേർ തല്ലുകൂടാറുണ്ട്? താങ്ക് യു. ഇവിടെ ഗേൾഫ്രണ്ടിനും ബോയ്ഫ്രണ്ടിനും ഇടയിൽ തല്ലുകൂടുന്നവരില്ലേ? ദിവസവും? താങ്ക് യു. നോക്കിക്കേ, ദിവസവും എന്നാ പറയുന്നവർ.
ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ആദ്യ വർഷത്തിൽ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും. രണ്ടാമത്തെ വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും. മൂന്നാമത്തെ വർഷം രണ്ടുപേരും പറയുന്നത് അയൽവീട്ടുകാർ കേൾക്കും. അവർ തമ്മിൽ വഴക്കിടുമ്പോൾ അത്രയ്ക്ക് ഒച്ചത്തിൽ സംസാരിക്കും. അതായത് കോൺഫ്ലിക്റ്റ്. ഇതൊരു കോൺഫ്ലിക്റ്റ് കഥയാണ്. അതൊരു ചെറിയ വീടിന്റെ കാര്യമായാലും ശരി, ഒരു വലിയ രാജ്യത്തിന്റെ കാര്യമായാലും ശരി, അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അന്വേഷിക്കുന്നത് നിർത്തി എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നോക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അത് ചെയ്യാതെ വേറെന്തൊക്കെയോ ചെയ്യുന്നു, വേറെന്തൊക്കെയോ പറയുന്നു. അനീതി എവിടെ നടന്നാലും അനീതിക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തിയേ മതിയാവൂ. ഡോണ്ട് ടോക്ക് അബൌട്ട് ഹൂ ഈസ് റൈറ്റ് ആൻഡ് ഹൂ ഈസ് റോങ്. ടോക്ക് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഈസ് വയലൻസ് റൈറ്റ്? ഈസ് കില്ലിംഗ് റൈറ്റ്? ഈസ് ടേക്കിംഗ് അവേ പീപ്പിൾസ് റൈറ്റ്? റൈറ്റ്സ് റൈറ്റ്? നോ. പിന്നെ ഞാനെന്തിനു പറയണം ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്? ഈ ലോകം കാണുന്നുണ്ടല്ലോ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് ഗോ ബൈ ഹൂ, ഗോ ബൈ വാട്ട്. ഒരു സ്ഥലത്ത് അനീതി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ശബ്ദമുയർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദ വേൾഡ് ഡസൻറ്റ് സഫർ ബിക്കോസ് ഓഫ് വയലൻസ് ഓഫ് ബാഡ് പീപ്പിൾ. The world doesn't suffer as much because of the violence of bad people. The world suffer because of the silence of good people right now. അതുകൊണ്ട് good people don't remain silent. And doesn't remain in silent means supporting the right cause and fighting for justice for wherever the injustice going on, wherever it is. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നു. നോ ഡിഫൻസ്. ഈ ആരോപണം എൻ്റെ ഞരമ്പിൻ്റെ മേലെ കൈവെക്കുന്നത് പോലെയാ അല്ലേ? ഈ കുറ്റാരോപണം എനിക്ക് എൻ്റെ ഞരമ്പിൻ്റെ മേലെ കൈവെക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോർ ഗോപാൽ ദാസിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലൈഫ് സ്റ്റൈൽ കോച്ച് സന്യാസി ഗോർ ഗോപാൽദാസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തിന് പോലും ചേരുന്നതല്ല എന്നുള്ളതാണ്. ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, നാട്ടിലുള്ളവർക്കാണ് ഉപദേശം, അത് നമുക്കുള്ളതല്ലെന്ന്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ജീവിതം നോക്കുന്ന സമയത്ത്, അതായത് താങ്കൾ ഒരു സന്യാസിയാകുന്നതിനോട് താങ്കളുടെ മാതാപിതാക്കൾക്ക് സമ്മതമില്ലായിരുന്നു. അതെ. താങ്കൾ ആരോടും പറയാതെ പോയി. അതിനുശേഷം താങ്കളെ ഒരു സന്യാസിയായിട്ട് മാതാപിതാക്കൾ കണ്ട സമയത്ത് അവരുടെ വികാരങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ. അവരുടെ സന്തോഷത്തിന് താങ്കൾ മുഖ്യത്വം കൊടുത്തില്ലല്ലോ. അതെ. ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കുന്നു. നോ ഡിഫൻസ്. ഈ ആരോപണം എൻ്റെ ഞരമ്പിൻ്റെ മേലെ കൈവെക്കുന്നത് പോലെയാ അല്ലേ? ഈ കുറ്റാരോപണം എനിക്കെൻ്റെ ഞരമ്പിൻ്റെ മേലെ കൈവെക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ചിലർ അവരുടെ സ്വപ്നങ്ങൾക്കു വേണ്ടി അവരുടെ ബന്ധുക്കളെ വിട്ടകലാറുണ്ട്. വേറെ ചിലർ അവരുടെ ബന്ധങ്ങൾക്കു വേണ്ടി സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാറുണ്ട് അല്ലേ? ചിലർ സ്വപ്നങ്ങൾക്കു വേണ്ടി ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു, എന്നാൽ ചിലർ തങ്ങളുടെ ബന്ധങ്ങൾക്കു വേണ്ടി സ്വപ്നങ്ങളെ ത്യാഗം ചെയ്യുന്നു. രണ്ടും ഒന്നിച്ചു കിട്ടുന്നത് ചിലർക്ക് മാത്രമാണ്. സ്വപ്നങ്ങൾ നിറവേറ്റുക എന്നതും അതേസമയം ബന്ധങ്ങളെ ചേർത്ത് നിർത്തുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലിയ വലിയ കമ്പനികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യക്കാർ യുഎസിൽ വളരെ സൗകര്യങ്ങളോടെ കഴിയുന്നു. അവരും പലതവണ അവരുടെ ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്. എന്നാൽ ചിലർ ബന്ധങ്ങളെ ചേർത്തു പിടിച്ചു. അവർക്ക് സ്വപ്നങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ചില ഭാഗ്യവാന്മാർക്ക് മാത്രമേ അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അവർ ശരിക്കും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ഒരു കാര്യം ശരി മറ്റൊരു കാര്യം തെറ്റെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? രണ്ടിനും അതിൻ്റേതായിട്ടുള്ള യാത്രയുണ്ട്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പാതകളുണ്ട്, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗിൽട്ടുമുണ്ട്. ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ബന്ധങ്ങളെ ഉപേക്ഷിച്ചതിൻ്റെ ഗിൽട്ടുണ്ടാവും. ആരാണോ ബന്ധങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സ്വപ്നങ്ങളെ ഒഴിവാക്കിയത് അവർക്ക് സ്വപ്നങ്ങൾ ഒഴിവാക്കിയതിൻ്റെ ഗിൽട്ടുണ്ടാവും. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഗിൽട്ടില്ലാതെ ജീവിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് 100% സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയാൻ സാധിക്കുമോ? ആരും അങ്ങനെ ഇല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ഈയൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ. അത് വളരെ അനിവാര്യമാണ്. എനിക്ക് ഈയൊരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ, എന്റെ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. അതല്ലാതെ മറിച്ച് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ആയത് എന്നൊന്നും ഞാൻ പറയുകയില്ല. അത് വെറും ജസ്റ്റിഫൈഡ് ആണ്. ആൻഡ് ദാറ്റ് ജസ്റ്റിഫൈസ് മീ. ഒരിക്കലുമില്ല. അപ്പോൾ ഞാൻ ഭ്രാന്തനെ പോലെയായിരുന്നു. ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു.
ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ ഇറങ്ങി തിരിച്ചു. എന്നാൽ അതിനുശേഷം ഒരു കാര്യം ഉറപ്പായി. താങ്കളുടെ ഈഗോ കാരണം അതെ. താങ്കളുടെ അച്ഛനെ കുറെ നാളായിട്ട് കാണാനേ പോയി. അതെ. താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. താങ്കൾ സംസാരിക്കണമെന്ന് അദ്ദേഹം ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അതെ, സത്യമാണ്. ഈയൊരു കഥ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല. 2 വർഷമായിട്ട് സംസാരിച്ചിട്ടില്ല. കാരണം ഒരു കാര്യത്തിൽ എനിക്കും അച്ഛനും ചേർച്ചക്കുറവുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അങ്ങനെയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പല ശ്രമങ്ങളും നടത്തി. അദ്ദേഹത്തെ കൊണ്ടത് പറ്റില്ലെന്നായപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് കയ്യിലെടുക്കേണ്ടതായിട്ട് വന്നു. ഞാനിനി മിണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാതായി. ഒരേ വീട്ടിൽ തങ്ങുന്നു, ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നു. അദ്ദേഹം പറയും എന്നോടൊന്നും മിണ്ടടാ എന്ന്. അപ്പം ഞാൻ മുഖം വീർപ്പിച്ചുകൊണ്ട് നടക്കും. പ്രായത്തിന്റെ ചോരത്തിളപ്പായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന്. 2 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ എൻ്റെ കാലിൽ വന്ന് വീണു. ശേഷം എൻ്റെ കാലിൽ വീണുകൊണ്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ് എന്നോടൊന്ന് സംസാരിക്കുക പ്ലീസ് എന്ന്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛനോട് നീ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന്. അദ്ദേഹം നിന്റെ അച്ഛനാണ്, തെറ്റുകൾ സംഭവിച്ചിരിക്കാം. ഇവിടെയുള്ളവരിൽ ആരാണ് പെർഫെക്റ്റ്, നിങ്ങളൊന്ന് പറഞ്ഞേ. മാതാപിതാക്കളെ നമ്മൾ കൈകൂപ്പി തൊഴണം. ഇവിടെയുള്ളവരിൽ ആരാണ് പെർഫെക്റ്റ്, നിങ്ങളൊന്ന് പറഞ്ഞേ. എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ. അദ്ദേഹത്തോട് സംസാരിക്കാൻ അമ്മ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ അമ്മ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ആശ്രമത്തിലേക്ക്. ഓരോ വർഷവും ഞാൻ അവരെ സന്ദർശിക്കാറുണ്ട്. ഓരോ തവണയും ഞാൻ ചിന്തിക്കാറുണ്ട് അദ്ദേഹത്തോട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്ന്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈഗോ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞതാണ് ശരിയെന്നുള്ള വാദം. ഓരോ വർഷം ഞാൻ പോകുമ്പോഴും ഒരിക്കലും മാപ്പ് ചോദിക്കാൻ കഴിഞ്ഞില്ല. 2009 ഞാൻ ലണ്ടൻ ലെക്ചർ ടൂറിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അന്ന് പുലർച്ചെ 1:30 മണിക്ക് എൻ്റെ അമ്മ എനിക്ക് ഫോൺ ചെയ്തു. അമ്മ എന്നെ വിളിച്ച് കരഞ്ഞു. അച്ഛൻ മരിച്ചു എന്ന് പറയേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. പോകുന്നതിന് മുന്നേ അച്ഛനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു, നീ ലണ്ടനിൽ പോയിട്ട് നടത്തുന്ന ലെക്ചേഴ്സ് എനിക്ക് വേണ്ടി കൊണ്ടുവരുമോ എന്ന്. ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഞാൻ മാപ്പ് ചോദിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചേയില്ല. ആ ലെക്ചർ ഞാൻ പെൻഡ്രൈവിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് എടുത്തോണ്ട് പോയി. എൻ്റെ അച്ഛൻ്റെ ബോഡി എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പെൻഡ്രൈവ് വെച്ചുകൊടുത്തു. പക്ഷേ അതാരും കണ്ടില്ല. ആ ലെക്ചറുകൾ അടങ്ങിയ പെൻഡ്രൈവ് അത് വെറും വികാരങ്ങൾ മാത്രമാണ്. അദ്ദേഹം അത് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഞാനത് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലിൽ തല വെച്ചുകൊണ്ട് കുറച്ചുനേരം ഞാൻ കരഞ്ഞു. അത് ഈ ലോകത്തിനറിയില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ എനിക്ക് മാപ്പ് തരണമെന്ന്. സോറി, 1 സെക്കൻഡ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് മാപ്പ് തരണമെന്ന്. ഐ ഷുഡ് ഹാവ് നെവർ ഡൺ ദിസ് ടു യു. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ആ മാപ്പ് അദ്ദേഹം എവിടെ വെച്ചാണെങ്കിലും കേൾക്കും. കാരണം ഞാനത് മനസ്സറിഞ്ഞ് ചോദിച്ചതാണ്. എൻ്റെ മനസ്സിന്ന് വന്നതാണത്. ഈഗോയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പക്ഷേ ഹിപ്പോക്രസി ആയിരിക്കാം. കാരണം പുറത്തൊന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നത്. എന്നെ ഒരു ദിവസം പോലും ഞാൻ സന്യാസിയായിട്ട് കണക്കാക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ എന്നെ ഒരു വലിയ സന്യാസിയായിട്ട് കണക്കാക്കിയിട്ടേയില്ല. ഞാൻ എന്നെ ഒരു അന്വേഷകനായിട്ടാണ് കണക്കാക്കുന്നത്. അന്വേഷിക്കുന്നവർ ഓരോ ദിവസവും ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും അവർ സ്വയം മെച്ചപ്പെടും. ഓരോ ദിവസവും അവർ മഹത്തായവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെക്കാൾ. അവർ ഈഗോ കുറയ്ക്കും. അവരുടെ ഈഗോ കുറയ്ക്കാൻ അവർ വർക്ക് ചെയ്യും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. ബന്ധങ്ങൾ എന്നത് വിലമതിക്കാനാവാത്തവയാണ്. बातें कभी ना तू भूलना, कोई तेरे खातिर है जी रहा, तू जहाँ जाए महफूज हो, दिल मेरा मांगे बस ये दुआ. നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഈ പാട്ട് വേറെ കോണ്ടക്സ്റ്റിലുള്ളതാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അത് നിങ്ങൾക്ക് ചേരില്ല, അത് ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ബന്ധങ്ങളാകുമ്പോൾ താങ്കൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ അതെ, അത് ഇന്ന് തന്നെ ചെയ്തോളൂ, ഇപ്പൊ തന്നെ ചെയ്തോളൂ. വെയിറ്റ് ചോദിക്കണം, ഇന്ന് തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും കാലിൽ വീണുകൊണ്ട് ഞാൻ മാപ്പപേക്ഷിക്കുകയാണ്. ഈ കാവ്യ വസ്ത്രം അണിഞ്ഞതുകൊണ്ട് ഞാനൊരു മഹത്തായവനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടേയില്ല. നിങ്ങളുടെ ഏവരുടെയും കാലുകളിൽ വീണുകൊണ്ട് ഞാൻ ഭിക്ഷ യാചിക്കുകയാണ്. ആരോടെങ്കിലും നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്ക്. കാരണം നാളെ അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. മനസ്സിലുള്ള കാര്യം നാളെ പറയാമെന്ന് വെച്ചാൽ അതിന് അവസരം കിട്ടില്ല.
പിന്നെ ജീവിതകാലം മുഴുവൻ അത് നമുക്കൊരു വേദനയായിട്ട് അവശേഷിക്കും. ദാറ്റ് ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ലക്ഷ്മി പുരിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഗോർ ഗോപാൽ ദാസിനോടാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് നമ്മൾ ചോദിച്ചു, ഉപദേശങ്ങളെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ തമാശകളെക്കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ആലോചനകളെക്കുറിച്ച് ചോദിച്ചു. ഇന്ന് ആപ്കെ അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ ഫോർമർ അംബാസിഡർ ലക്ഷ്മി പുരിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. നീതിപീഠത്തിനു മുമ്പിൽ ഇന്ന് വിചാരണ ഗോർ ഗോപാൽ ദാസിന്റെ മേലുള്ളതാണ്. പല കാര്യങ്ങളും വെളിച്ചത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ വിചിത്രമായിട്ടുള്ള, ലഘുവായിട്ടുള്ള താങ്കളുടെ ഹാസ്യത്തിനെതിരെയും കുറ്റങ്ങൾ വിധിക്കുന്നു. വീണ്ടും അദ്ദേഹം ആ കുറ്റങ്ങളെ, അത് ഉൾക്കൊണ്ട വിധത്തെയും അതിന് ഉത്തരം നൽകിയ വിധത്തെയും, അതുകൊണ്ട് ഇദ്ദേഹം ആദ്യമായിട്ടാണ് കൂട്ടിലിരിക്കുന്നെന്ന് തോന്നില്ല. വീണ്ടും ഇദ്ദേഹം ഇതുപോലുള്ള പ്രവൃത്തികൾ, ഇതുപോലെ ഹാസ്യപരമായിട്ട് കവിതകളെയും മറ്റു കാര്യങ്ങളെയും തന്റേതായ ശൈലിയിൽ അവതരിപ്പിച്ചു. താങ്കളുടെ ഉള്ളിന്റെ ഉള്ളിൽ വളരെയധികം കഴിവുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു വളരെ കഴിവുള്ളൊരു കവിയാണ്. പാട്ടും പാടുന്നുണ്ട്, അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല താങ്കളൊരു ഗുരുവാണ്, കൂടെ സ്പിരിച്വലും ആണ്. പക്ഷേ താങ്കളുടെ ഈ എല്ലാ കഴിവുകളും താങ്കൾ എത്രത്തോളം ചാനലുകളിൽ കാണിക്കുന്നുണ്ടോ അത് നാടിന്റെ നന്മയ്ക്കു വേണ്ടിയും ജനങ്ങളുടെ നന്മയ്ക്കും ചെയ്യുന്നതാണ്. മാത്രമല്ല ഇന്നത്തെ മുഖ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാ, വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് താങ്കൾ ഒരു തരത്തിൽ അവരുടെ മാനസിക വളർച്ചയ്ക്കായി സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി കൗൺസിലിംഗ് നൽകുന്നു, ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ. ഞാൻ പറയുന്നു ഇതൊരു 4D പേഴ്സണാലിറ്റി ആണെന്ന്. 4 ഡയമെൻഷണൽ പേഴ്സണാലിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നു. ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും ആത്മീയ രീതിയിൽ, ഏത് രീതിയിലായാലും ആത്മീയത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നുവോ അത് വളരെ പ്രശംസനീയാവഹമാണ്. മറ്റൊരു കാര്യത്തിനു വേണ്ടി നമ്മുടെ ജഡ്ജിയായ ലക്ഷ്മി പുരിയെ പ്രശംസിക്കുകയാണ്. ഇവർ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഹിന്ദി എത്രത്തോളം മനോഹരമായി സംസാരിക്കുമെന്നറിയാം. മനോഹരം. ഇങ്ങനൊരു അത്ഭുതകരമായ വിശ്വാസത്തോടു കൂടി ഗോർ ഗോപാൽദാസ് യുവാക്കളുടെ വഴികാട്ടിയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ജനങ്ങൾക്ക് നല്ല മാർഗം കാണിക്കുമെന്നുള്ളതിൽ നമ്പിക്കയുണ്ട്. ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.